ഞാൻ നിൽക്കുന്നത് മലയാളികൾക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ ധർമ്മജൻ ചേട്ടൻ്റെ വീട്ടിലാണ്. നമ്മുടെ വീട്ടിലെ ഒരു ആളെ പോലെ തന്നെയാണ് ധർമ്മജൻ ചേട്ടൻ. അപ്പൊ നമ്മൾ എന്തിനാണ് ക്ലീശയും പരിപാടികളൊക്കെ ചെയ്യുന്നത്? രമേഷ് പിഷാരടി സമ്മാനിച്ചതാണ് എനിക്ക്. ഇത് ഭയങ്കര രസമായിട്ടുണ്ടല്ലോ ചേട്ടാ. ഇത് എന്താണ്? സ്ഥലമൊന്നുമല്ല, അടുത്ത് പൊക്കി നോക്കിയ ഭയങ്കര വെയിറ്റ് ആണോ? പൊങ്ങൂല, അവിടെ മേളിൽ പിടിച്ച് പൊക്ക്. ശരിയാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. സുബിയാണ് ആദ്യം വീട് കവർ ചെയ്യുന്നത്. അവള് ആദ്യത്തെ എപ്പിസോഡ് ഈ വീട്ടിൽ നിന്നായിരുന്നു. അവള് ചാനൽ തുടങ്ങിയായിരുന്നു. ആദ്യത്തെ എപ്പിസോഡ് എന്തോരം രാജ്യങ്ങളിൽ എന്തോരം സ്റ്റേജുകളിൽ ഒരുമിച്ച് അവളെ പറ്റി ഓർക്കുമ്പോൾ ഒറ്റയ്ക്ക് വരുമല്ലോ. ഞങ്ങളാണ് അവളുടെ കൂടെ ഉള്ളത്, ഞാനും വിശാലയും. ഇതിൻ്റെ ഒരു ബർത്ത്ഡേക്ക് വൈഫ് ഭയങ്കര സർപ്രൈസായിട്ട് സമ്മാനിച്ചൊരു ഫോട്ടോയാണ്. അതിന്റെ ഒരു ക്യാപ്ഷനാണ് എന്റെ ഭാര്യ വീണ്ടും വിവാഹിത. അത് മാത്രം ആദ്യം ടൈറ്റിലാക്കിയിട്ടിട്ട് കുറെ പേര് തുഷാരടിനെ വിളിച്ചിട്ട് കുറെ പേര് പറഞ്ഞു, അവൻ ഇതൊന്നും അറിയണം, രണ്ട് പിള്ളേരുള്ളതല്ലേ, അവൻ പിന്നെയും വേറെ കെട്ടാൻ പറയണമെന്നൊക്കെ ചോദിച്ചു. വലിയ നടന്മാര് മനെ വേറെ കെട്ടാൻ പാടില്ല. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് ഞാൻ നിൽക്കുന്നത് മലയാളികൾക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ ധർമ്മജൻ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പം ഇവിടുത്തെ കുറേ വിശേഷങ്ങളും, അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കൗതുകകരമായിട്ട് കുറേ വാർത്തകളൊക്കെ ഉണ്ട് ധർമ്മജൻ ചേട്ടൻ്റെ കല്യാണത്തെ പറ്റിയൊക്കെ. അപ്പോൾ ആ വിശേഷങ്ങളും നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പം നമുക്ക് അകത്തേക്ക് പോയി ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. വാ ധർമ്മജൻ ചേട്ടാ, നമസ്കാരം. ഞങ്ങൾ ഓൾറെഡി വന്ന് സംസാരമൊക്കെ കഴിഞ്ഞ കേട്ടോ, ഒരു ക്ലീശ പരിപാടി ഇല്ല. ചേട്ടൻ ഞാൻ കുറേ ദിവസമായിട്ട് ചേട്ടൻ സാധാരണ ഞങ്ങൾ അവിടെ നിന്ന് വരാം. അപ്പോൾ ചേട്ടൻ അയ്യോ എന്നൊക്കെ പറയണോ നമുക്ക് പറയും. നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ എത്രയോ വർഷമായിട്ട് ധർമ്മജൻ ചേട്ടനെ നമ്മൾ സിനിമയിലും പരിപാടികളിലൊക്കെ കാണുന്നുണ്ട്. സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിപാടികൾ കണ്ട് നമ്മുടെ വീട്ടിലെ ഒരു ആളെ പോലെ തന്നെയാണ് ധർമ്മജൻ ചേട്ടൻ. അപ്പൊ നമ്മൾ എന്തിനാണ് ക്ലീശയും പരിപാടികളൊക്കെ ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ സ്വന്തം വീട്ടിൽ വരുന്നതിനോട് ഞാനും കയറി പോന്നു. ചേട്ടാ, എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് നിങ്ങളുടെ പരിപാടി, ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽ മാധവ് ഇങ്ങോട്ട് വരും. അവൻ്റെ കൂടെ മനോരമയിലേക്ക് അവിടെ ഞങ്ങളുടെ പുതിയ സിനിമ പൊറാട്ട് നാടകം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്. സജു കുറുപ്പാണ് അതിന് നായകൻ, സെക്കൻഡ് ഹീറോ ആയിട്ട് ഞാനുണ്ട്, രാഹുൽ മാധവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചരണ പരിപാടികൾ, പ്രൊമോഷൻ പരിപാടികളൊക്കെ ആയിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പിഷാരയുടെ കൂടെ ഒരു പരിപാടി അടുത്ത ദിവസം. അത് ഒരു ഇരുചിരി മുമ്പറിച്ചിരിയിൽ അവിടെ പോയിരിക്കണം. പിന്നെ 18 തീയതി വരെയുള്ള തിരക്കുകളുണ്ട്. മഴ ആയതുകൊണ്ട് സിനിമകൾ ഓപ്പൺ ചെയ്തിട്ടില്ല. നമ്മുടെ പടങ്ങൾ കേട്ടോ, പടങ്ങളൊക്കെ നടക്കണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിനിമയേ ഉള്ളൂ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ ധർമ്മജൻ ചേട്ടൻ വിളിക്കുമ്പോൾ ധർമ്മജൻ ചേട്ടൻ എന്നും തിരക്കാണ് കേട്ടോ, ഓരോ സിനിമയിലും. തിരക്കൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. MP-യും കളക്ടറും ഡെബി ഉണ്ടായിരുന്നു, കളക്ടർ ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനൊക്കെ ഉള്ള സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ആർട്സ് ഡേ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. വൈഫുണ്ടായിരുന്നു കൂടെ.
ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ എനിക്ക് വീടും കൂടെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണം ആഗ്രഹമുണ്ട്. ഇരിക്കണം പറഞ്ഞാല് വളരെ കുറഞ്ഞ സെന്റിലാണ്, 4 സെന്റൊക്കെ ഉള്ളൂ. അതിലാണ് വീട്. അത് ഞാൻ താമസിച്ച വീട് എന്നൊക്കെ പറഞ്ഞാൽ 10-12 സെന്റ് സ്ഥലം. ഇവിടെ വന്നിട്ട് നമ്മളെല്ലാരും ഇവിടെയുള്ള എല്ലാവരും താമസിക്കുന്നത് 3.5 സെന്റ് 4 സെന്റ് 3.5 സെന്റ് 4 സെന്റിലൊക്കെയാണ്. അപ്പൊ ഭയങ്കര നമുക്ക് ഒരു ചെടി വളർത്താനോ ഇത് വളർത്താനോ ഉള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ട്. അവിടെ ഒരു മേളിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ശ്രേഷ്ഠമായിക്കൊണ്ടിരിക്കുക. അതൊന്നും കൂടി അങ്ങനെയൊക്കെ ഉള്ളൂ. നമുക്ക് സ്ഥലം ഉണ്ടായപ്പോൾ നമ്മൾ ഇത് ചെയ്തില്ല. സ്ഥലം ഇല്ലാതാകുമ്പോഴാണ് എല്ലാവരും പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒന്നുമില്ല. ഇത് നേരത്തെ വന്ന് സുബി ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അവിടെ ആ കൃഷി എന്ന് പറയുന്ന സാധനം അവിടെ ഒന്നുമില്ല. ഇപ്പം വേപ്പിലയും അത് മാത്രമൊക്കെ ഉള്ളൂ. പിന്നെ ഒരു എന്താണ് ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, പാഷൻ ഫ്രൂട്ടാ അല്ല, നമ്മൾ എന്ത് കഴിച്ചാലും പിന്നെ മധുരം തോന്നിക്കുന്നല്ലോ. അത് എൻ്റെ പേര് എനിക്ക് അറിയില്ല, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ. മിറാക്കിൾ ഫ്രൂട്ട് അതുണ്ട്. അതൊക്കെ മാത്രമേ ഉള്ളൂ. ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അത് നമ്മൾ പച്ചമുളക് തിന്നാലും ഇത് കഴിച്ചിട്ട് പച്ചമുളക് തിന്നാലും 1-2 ഉണ്ടായിരിക്കും ചിലപ്പോൾ. എന്നാ പറയണ കഴിച്ചു നോക്കിയിട്ട് ഞാനിങ്ങനെ ടി വിയിൽ കണ്ടിട്ടുണ്ട് ആ ഒരു ഫ്രൂട്ടിന്റെ കാര്യം. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അന്ന് എന്താണെന്നൊന്ന് അറിയണമല്ലോ. അമ്മോയേ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടാന്ന് നോക്കിയാ വരണമെങ്കിലും എന്നിട്ട് പച്ചവളം എടുത്തുണ്ടോ? ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നില്ലേ. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു പ്രധാന കാരണം അറിയാം, നമ്മളിവിടെ പൂജാമുറിയുടെ ഒരു ചെറിയൊരു മിനി വേർഷൻ അല്ലേ, നമ്മൾ പ്രത്യേകിച്ച് റൂം സെറ്റ് ചെയ്യാതെ രാവിലെ ഒരു 5 മണിക്ക് എണീറ്റിട്ട് കുളിച്ച് റെഡിയായി ഇവിടെ വിളക്ക് വെച്ചിട്ടാണ് അടുക്കളയിൽ കയറുള്ളൂ. അങ്ങനെയായിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. അങ്ങനെ ഒരു ശീലമുണ്ട്. ഞാനൊക്കെ ചിലപ്പോൾ എണീക്കും, ഞാൻ രാവിലെ എണീക്കും, പത്രം വായിക്കും, കുളിക്കാനൊക്കെ വൈകി പോകും. അവളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോഴേ നമ്മുടെ ഈ പൂജാമുറിയിൽ ഈ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോഴത്തേനും ആദ്യമായിട്ടായിരിക്കും ഞാൻ ഈ ഡമ്പല് ഇതിനൊപ്പം ഇരിക്കുന്നത്. ഒരു ദിവസം എനിക്ക് ഉറക്കത്തിൽ എൻ്റെ ഈ മസിൽ ലൂസായിപ്പോയി. ഇവിടുത്തെ കൈ കുഴപ്പമില്ല, ലൂസായിപ്പോയി. അപ്പം അത് എന്ത് പറ്റിയെന്ന് അറിയാൻ പോലെ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോഴാണോ ഡമ്പലെടുത്തപ്പോഴാണോ ഉറക്കത്തിൽ ഞാൻ തല വെച്ച് കിടക്കുന്ന ശീലമുണ്ട്. അങ്ങനെയാണെന്ന് അറിയാൻ പോലെ ഇത് ലൂസായിപ്പോയി. അങ്ങനെ ഞാൻ പോയി ഡക്കാത്തലോണിൽ നിന്ന് മേടിച്ചിരുന്നത് അത് കഴിയുന്നത് അത് വലിയ ഡമ്പൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ഡമ്പൽ ചെറുതായിട്ട് വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. കുഴപ്പമില്ല. ഞാൻ നോക്കിയപ്പോ ഇവിടെ ഈ വിഗ്രഹങ്ങൾക്കൊപ്പം തന്നെ ഇവിടെ അമ്പലം ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അമ്പലം താഴ്ത്താണ് വെച്ചിരുന്നത്, ഓരോരുത്തർ മേളിൽ വെച്ചതാ. അവിടെ എണ്ണയും നെയ്യും വിളക്കൊക്കെ മാത്രമേ ഉള്ളൂ, താഴെ വെക്കാറ്. അത് അടിക്കണമെന്നുള്ള കുഴപ്പമില്ലല്ലോ, അതൊരു വെജിറ്റേറിയൻ അല്ലേ ഡമ്പല്. ഡമ്പൽ വെജിറ്റേറിയൻ ആണ്. ചേട്ടൻ വെജിറ്റേറിയൻ ആണോ? ഇല്ല, അയ്യോ പറ്റില്ല. ഞണ്ടും ചെമ്മീൻ കറിയും ചെമ്മീൻ വറുത്തതൊക്കെ ഇരിപ്പുണ്ട്. ഒരിക്കലും എന്നോട് വെജിറ്റേറിയൻ ആണെന്ന് ചോദിക്കാനേ പാടില്ല. എന്റെ ഭാഗത്ത് തെറ്റോണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഏതാ ചേട്ടാ? ഏറ്റവും ഇഷ്ടമുള്ള മീൻ എന്ന് പറഞ്ഞാൽ ചാള ഇഷ്ടപ്പെട്ട മീനാണ്. പിന്നെ വേളൂരി ഇഷ്ടപ്പെട്ട മീനാണ്. പിന്നെ പറഞ്ഞ അറിയാൻ പാടില്ല, ഒരു പാമ്പ് പോലത്തെ ഒരു മീനുണ്ട്, മധുരാൻ എന്ന് പറയും, മലഞ്ഞീൻ. വേറെന്തെങ്കിലും പേരായിരിക്കും കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. മലഞ്ഞീന്നും പറയും മധുരാൻ എന്നും പറയും. അത് ഭയങ്കര പാമ്പ് പോലത്തെ മീനാണ്. അത് ഒരു ഭയങ്കര എന്താണ് ഈ തൊലിപ്പുറത്ത് ഭയങ്കര ഉളുമ്പെന്ന് പറയുക. അത് ശരിക്കും പറഞ്ഞാൽ ഈ അരിപ്പൊടിയൊക്കെയുള്ള കലത്തിൽ അതിനിട്ട് വെച്ചാൽ അത് ഇവിടുന്ന് പിടച്ച് ഈ അരിപ്പൊടി മുഴുവൻ അതിനായി കഴിഞ്ഞിട്ട് ഈ അരിപ്പൊടി ഇങ്ങനെ ഊർത്തിരുത്തിട്ട് അത് വെച്ച് പുട്ടുണ്ടാക്കി തിന്നും. പുതിയ അറിവായിരിക്കും ഞാൻ എൻ്റെ ഇൻ്റർവ്യൂയിലൂടെ. ആൾക്കാർക്കൊക്കെ അറിയാം, ഞാൻ പറയുന്ന ഇന്റർവ്യൂവിൽ അത് പുതിയ അറിവായിരിക്കും. എനിക്കറിയില്ല. അത് ഇങ്ങനെ ഊർത്തിയെടുത്തിട്ട് ആ
പുട്ടുണ്ടാക്കി തിന്നാൽ ഈ ആസ്മ രോഗികൾക്കൊക്കെ നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഞാൻ ഇത് തരാം, കൊണ്ടുവാ. ഇതാണ് കേട്ടോ നാരങ്ങ എടുത്ത് ആദ്യം അത് കഴിക്കേ. ഇതാണ് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നതും. ഇത് നമ്മുടെ ഞാൻ എന്റെ ഭയങ്കര സ്വന്തം ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയണമെന്നല്ല, കഴിച്ചോ കാപ്പിക്കുരു പോലെയൊക്കെ അല്ലേ, അതേപോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കുറച്ച് കഴിച്ചാൽ മതി, കുറച്ച് കഴിക്കും. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു മുക്കാഭാഗം കഴിക്കും. എന്നിട്ട് നാരങ്ങ നീര് കഴിച്ചു നോക്കുക. പച്ചമുളകാണ് തരാൻ ഉദ്ദേശിച്ചത്, അവള് നാരങ്ങ എടുത്തിട്ട് വന്നത്. മധുരല്ലേ? ശരിയാണ്, പുളി എനിക്ക് അറിയുന്നില്ല. പുളി അറിയില്ല. ഈ ഫ്രൂട്ട് കഴിച്ചാൽ അതിൻ്റെ കൂടെ പച്ചമുളക് കഴിച്ചാലും ഫീൽ ചെയ്യില്ല. കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു അത് വായിൽ അത് വരാൻ വേണ്ടി. ശരിയാണ്, മധുരിക്കുന്നു എനിക്ക് ഇതിന്റെ അകത്തേക്ക് വന്ന സാധനം. കൊള്ളാം കേട്ടോ. ഇത് മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ? മിറാക്കിൾ ഫ്രൂട്ട് ഒന്നും പള്ളിയിലച്ഛനാണ് എനിക്കത്. ഞാനും അവളും കൂടി ഒരു പരിപാടിക്ക് പോയപ്പോൾ പള്ളിയിലച്ഛനാണ് അന്ന് അങ്ങനെ മേടിച്ചതാ. അതുണ്ട്, ഇടക്കിടക്ക് ഉണ്ടാവും, ഒരുപാടൊന്നും ഉണ്ടാവൂല, ഇടക്കിടക്ക് ഉണ്ടാവും. അവിടെ വെച്ചോ ചേട്ടാ. ഞാൻ വന്നപ്പോ എന്താ ഇവിടെ ഒരു ബൊക്കെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് നമ്മൾ റീസെന്റ് കല്യാണമൊക്കെ ഒന്നുകൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ വല്ല പരിപാടിയുടെ ആണോ അതോ എന്താണ്? അതിനൊന്നുമല്ല, ഇത് പിള്ളേരെ സ്കൂളിൽ പോയപ്പോ അവര് തന്നതാ. അത് ഞാനിങ്ങനെ ഉദ്ഘാടനത്തിന് പോയപ്പോ തന്നതാണ്. ഇത് ഒരു ബൊക്കെ കോമഡി ഉണ്ട് എൻ്റെ അടുത്ത്. ഇതിവിടെ ആൾ വെച്ചതാണ്, ഞാൻ നിങ്ങൾ വന്നുകൊണ്ട് വെച്ചതോ നിങ്ങൾക്ക് തരാൻ വേണ്ടി വെച്ചതോ ഒന്നുമല്ല. ഇതേപോലെ ഉദ്ഘാടനങ്ങൾ ഉണ്ടാകുമ്പോൾ ബൊക്കെ തരുമല്ലോ നമുക്ക് ഇങ്ങനെ. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ ഈ ബൊക്കെ കൊണ്ടുവരും ഇതുപോലെ. ഇത് വെറുതെ രസത്തിന് പിള്ളേർക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ അമ്മച്ചിക്കോ കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ അടുത്തടുത്തൊരു 2-3 ഉദ്ഘാടനങ്ങൾ ഉണ്ടായപ്പോൾ ഇതുപോലെ 2-3 ബൊക്കുകൾ വലിയ റോസാപ്പൂ അതും ഇതൊക്കെ ഇട്ട് ഒക്കെയാണല്ലോ തന്നെ. അത് വലിയ ബൊക്കൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അമ്മച്ചിക്ക് കൊടുത്തു. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ ഇത് മേടിച്ച് കാശ് കളയാതെ പിള്ളേർക്ക് കൊല്ലം മേടിച്ചു കൊടുക്കാൻ. നമുക്ക് ഉദ്ഘാടനത്തിൽ കിട്ടിയ ബൊക്കെയാണെന്ന് അമ്മച്ചിക്കറിയില്ല. അമ്മച്ചി അങ്ങനെ പറഞ്ഞത്, നീ ഇത് മേടിച്ച് കാശ് കളയാതെ പിള്ളേർക്ക് അതിന് എന്തെങ്കിലും പലഹാരം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ ആളാണ് അമ്മച്ചി. അമ്മച്ചി പോയി, ബൊക്കകൾ വീണ്ടും വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് ചേട്ടന് കിട്ടിയ അവാർഡ്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇത് ഭയങ്കര രസമായിട്ടുണ്ടല്ലോ ചേട്ടാ. ഇത് എന്തായിരുന്നു? അടുത്ത് പൊക്കി നോക്കിയേ. ഭയങ്കര വെയിറ്റ് ആണോ? അങ്ങനെ എടുത്ത് പൊക്കെ പൊങ്ങൂല, അവിടെ മേളിൽ പിടിച്ച് വെക്ക്. ശരിയാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. 20th ഏഷ്യാൻ ഫിലിം അവാർഡ്സ് 2018 2018 ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ? 3 ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം അവർ തന്നില്ല, അവിടെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഈ ഷേപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചല്ലേ, ഒരു പെൺകുട്ടിയാണ് എന്നാ ഒരു പ്രോപ്പറായിട്ട് അങ്ങോട്ട് വന്നിട്ടും ഇല്ല. അങ്ങനെ ഒരു ഇതിനും അതേ ടൈപ്പ് വെയിറ്റ് ഉണ്ട്, വനിതാ അവാർഡ്. എല്ലാം നമ്മള് ടിവിയിലൊക്കെ ഈ അവാർഡ്സ് ഒക്കെ കൊടുക്കുന്നതാണ്, നമ്മൾ വിചാരിക്കും ഓക്കെ ഇവർ പെട്ടെന്ന് പിടിക്കുമ്പോഴേക്ക് ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല കേട്ടോ. അതിനും ആ വെയിറ്റ് ഉണ്ട് കേട്ടോ. ശരിയാണ്, ഇതിനും വെയിറ്റ് ഉണ്ട്. ഇത് രാമക്കാരട്ടോ അവാർഡ്. ഇതെന്റെ ഫസ്റ്റ് ഫിലിമിലുള്ള ആദ്യത്തെ ഫിലിം 101 ദിവസം ഓടി എൻ്റെ പാപ്പിയപ്പച്ച എന്നുള്ള. ചേട്ടൻ്റെ ആദ്യത്തെ പടം പാപ്പിയപ്പച്ചായിരിക്കും അല്ലേ? എനിക്കൊന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിരിക്കും ആ പടം. അതുകൊണ്ടാണ് അവിടെ വെച്ചേക്കണത്. അത് അതെൻ്റെ ഒരു മറക്കാത്തൊരു ഓർമ്മയല്ലേ. ബാക്കി പിന്നെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നടന്മാർക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് കിട്ടാത്തതും അതാണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ്. അത് ഇപ്പോഴത്തെ സിനിമകൾ 2 ആഴ്ചയൊക്കെയല്ലേ ഓടുള്ളൂ, അപ്പോഴേക്കും പ്രോഫിറ്റ് ആവും, അതാവും. ഈ 101 അല്ലെങ്കിൽ 75, 150, 125 എന്നൊക്കെ പറഞ്ഞ പരിപാടികളുടെ ആഘോഷങ്ങളില്ല ഇപ്പം. 2 ആഴ്ച കൊണ്ട് പടം പ്രോഫിറ്റായി സേഫായി തീരുന്നു. ഇങ്ങനത്തെ ഫങ്ഷൻ ഇല്ല. എൻ്റെ ഭാഗ്യത്തിന് കുറച്ച് പടങ്ങളുടെ ഭാഗമാക്കാൻ കഴിഞ്ഞു എനിക്ക്. ഇവിടെ ആർക്കേട്ടാ മഞ്ചാടിക്കുരു ഇഷ്ടം? എനിക്ക് ഭയങ്കര മഞ്ചാടിക്കുരു ഞാൻ പെറുക്കിയതാ. ഇങ്ങനെ വെച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഉരുളിയിലും ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടനാണോ ഭയങ്കര ഇഷ്ടം? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മാത്രമല്ല, ഇവിടെ അടുത്ത് അമ്പലമുണ്ട്, അവിടെ തിരുമുപ്പൻ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ മഞ്ചാടിക്കുരു ഇങ്ങനൊരു
തളികയിലിട്ട് വെച്ചിട്ടുണ്ട്. അത് പിള്ളേർ പോയി വരാറുണ്ട് പോകുമ്പോഴൊക്കെ. ഇത് ഞാൻ കോഴിക്കോട് ഒരു നിർമ്മൽ പാലാഴി മറ്റേ ഹരീഷ് കിണാറിൻ്റെ ഒക്കെ ഒരു പരിപാടിയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പെറുക്കിയതായത്. ഇത്രയും മഞ്ചാടിക്കുരു ഇത്രയും മഞ്ചാടിക്കുരു പെറുക്കിയെന്ന് പറഞ്ഞാൽ ഈ ചില വീടുകളിൽ ഈ കരിങ്കൽ എന്താണ് മെറ്റിൽ ഇടൂലേ, മെറ്റിലിടണം. അതിൻ്റെ ഇടേന്ന് ഇടന്ന് പെറുക്കി ഞാൻ കൂട്ടി അവിടെ നിന്ന് കിട്ടിയ പേയ്മെന്റിനെ കാട്ടിയും വലിയ പേയ്മെന്റ് ആയിരുന്നത്. ശരിയാണ് കേട്ടോ. ഞാനും ഇതുപോലെ എന്താ പറഞ്ഞ ഈ കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിത് പറക്കിയെടുക്കും. ഞാൻ ഈ കാണുന്നിടത്തെല്ലാം കുന്നിക്കുരു എന്ന് പറഞ്ഞ സാധനം കാണാനില്ല. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കുറേ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ചില സാധനങ്ങളൊക്കെ നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും. നമുക്ക് എത്ര പൈസ കിട്ടുന്നതിനെക്കാട്ടിലൊക്കെ വലുത് നമുക്ക് അത് അല്ലേ. ഇതിനകത്ത് ഒരെണ്ണം പോയാൽ അവിടെ നിന്നുള്ള പേയ്മെന്റ് ഒന്നുമല്ല. അവന്മാർ എൻ്റെ കൂട്ടുകാരായിരുന്നു. അപ്പൊ അവിടുത്തെ പേയ്മെന്റ് നോക്കി പോയതല്ലേ. ഞാൻ അവിടെ പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോ മഞ്ചാടി ഇങ്ങനെ വീണ് ഇങ്ങനെ കിടക്കണേ വിചാരിക്കൊരു. അത് ഞാൻ ആ കല്ലിന്റെ ഇടയിൽ നിന്ന് പെറുക്കിയെടുത്തത്. അതിനോടൊരു ഇഷ്ടം കൊണ്ട് അതിങ്ങനെ ഒരു പറയൽ കൊണ്ടൊന്ന് നിറച്ചു എന്നേ ഉള്ളൂ. ഇവിടെ കുറേ ഫോട്ടോസ് ഒക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മുടെ ഇവിടെ അധികം ഫോട്ടോസ് ഒന്നും ഇല്ല. എൻ്റെ ഫാമിലി ഫോട്ടോ, ഒന്ന് എൻ്റെ സിനിമാല ടീം അംഗങ്ങൾ. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഫോട്ടോ കേട്ടാ. അത് അതിൽ തന്നെ ഉണ്ടല്ലോ ഒരു നമ്പർ. എത്ര 700 അല്ലേ? 700-ാം എപ്പിസോഡിൽ എടുത്ത ഇതാണ്. 1000 എപ്പിസോഡിൽ നിർത്തി. 1000 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് റെക്കോർഡാണ്. ഡയാന ചേച്ചിയാണ് അതിൻ്റെ, ഡയാന സിൽവസ്റ്ററാണ് അതിൻ്റെ ഡയറക്ടർ. എന്നെ അഭിനയിപ്പിക്കാൻ വേണ്ടി എൻ്റെ അഭിനയം കണ്ടെത്തിയത് ഡയാന ചേച്ചിയുടെ അമ്മയാണ്. അമ്മ മരിച്ചു കേട്ടോ. അപ്പോൾ ഡയാന ചേച്ചിയുടെ അമ്മയാണ്. ഞാനൊരു ഡയലോഗ് ഇല്ലാത്ത സീനിൽ ഞാൻ തന്നെ ഒരു ഡയലോഗ് പറഞ്ഞ് അങ്ങനെ കണ്ടിട്ട് ഡയാന ചേച്ചിനോട് അമ്മ പറഞ്ഞു, അത് ഏതാ പയ്യൻ എന്ന് പറഞ്ഞു. അത് ധർമ്മജൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. തോമസ് തോപ്പിൽക്കുടി എന്ന് പറഞ്ഞാൽ എൻ്റെ ആശാനാണ് തോമസ്. അപ്പോൾ പുള്ളിയുടെ കൂടെ എൻ്റെ പയ്യനാണ്. അപ്പോൾ ഡയാന ചേച്ചിനോട് അമ്മ പറഞ്ഞു, ആ പയ്യൻ നല്ലതായിട്ട് അഭിനയിക്കും, നല്ല വേഷങ്ങൾ കൊടുത്തു നോക്ക്, നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ഡയാന ചേച്ചിയാണ് എനിക്ക് അഭിനയത്തിൽ. ഞാൻ അതുവരെ എഴുത്തുകാരനായിരുന്നു. ഞാൻ സീരിയലൊക്കെ എഴുതിയിട്ടുണ്ട്. 3 മെഗാ സീരിയൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കോമഡി ഷോകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ സിനിമയുടെ ഭാഗമായി. അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് നല്ല വേഷങ്ങൾ തന്നു. ഞാൻ അങ്ങനെ കുറേ 8 വർഷത്തോളം സിനിമയിലുണ്ടായിരുന്നു. 1000 എപ്പിസോഡാണ്. ആഴ്ചയിൽ 1 വീതം ആഴ്ചയിലൊരു എപ്പിസോഡ് 1 വീതം പോയ ഒരു ഷോയാണ് സിനിമയിൽ. അന്ന് സിനിമയിലെ മാത്രമേ ഉള്ളൂ. വേറെ കോമഡി പ്രോഗ്രാമുകളൊന്നും ഒരു ചാനലിലും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ അതിൽ ഞാൻ ഒരു 8 വർഷം അതിൻ്റെ ആളായിരുന്നു. അതിൻ്റെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ദിലീപേട്ടനുണ്ടായിരുന്നു, രമേഷ് കുമ്മശ്ശേരി, കുറേ പ്രശസ്തരായിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഹരിശ്രീ മാർട്ടിൻ, സാജു കൊടിയൻ, അരവിന്ദാഷ് കുറുപ്പ്, അങ്ങനെ വരാൻ കലാഭവൻ ജോഷി, വിനോദ് ഇടാമംഗലം, ജയരാജ് സെഞ്ചുറി, രമേഷ് പിഷാരടി, സാജൻ പള്ളുരുത്തി, സുബി, ഇഷ്ടംപോലെ പേര് പറഞ്ഞാൽ നമ്മൾ മറന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രാജീവ് കളമശ്ശേരി ഉണ്ടായിരുന്നു. അതിൽ ഭാഗമാക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ റിയാലിറ്റി ഷോകളുടെയൊക്കെ തുടക്കമൊക്കെ വരുന്നത്. ഞങ്ങൾ ജാനും പിഷാരുടെയും തമ്മിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ വളരെ നല്ല പരിചയമാവുന്നത് സിനിമയിൽ വെച്ചിട്ടാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് സിനിമാല എഴുതി. അതൊക്കെ അത്യാവശ്യം നല്ല ഹിറ്റ് എപ്പിസോഡുകളായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ബ്ലഫ് മാസ്റ്റേഴ്സ് എന്നുള്ള പരിപാടിയിലേക്ക് ഞങ്ങൾ കുഞ്ഞിലെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ചെറുപ്പത്തിലെ നമുക്ക് അത്യാവശ്യം പ്രായമൊക്കെയല്ല ആ ടൈമിൽ എന്നോട് അജു വർഗീസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവനൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ പരിപാടിയിലേക്ക്. അജു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഞാൻ നിങ്ങളുടെ പരിപാടിയിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ചേട്ടന് ഓർമ്മ ഉണ്ടാവുന്ന ടൈമല്ല. ഞാൻ എന്തൊരു എപ്പിസോഡായിരുന്നു അജു വർഗീസ് എന്ന് പറഞ്ഞ വിളിച്ചത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ പെമ്പിളേരായിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങൾ വിളിക്കുമായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പരിപാടിയിലേക്ക് വിളിക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ തമാശാക്കാനായിട്ടൊക്കെ വിളിക്കുമായിരുന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ടാണ്. രമേശനോട് ഭയങ്കര ഒരു വലിയ സൗഹൃദമാണ്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കുറേ ഫോട്ടോസ് ഒക്കെ നമുക്ക് കാണാൻ. അവിടെ അവൻ തന്നൊരു ആന ഇരിപ്പുണ്ട് അവിടെ. അത് രമേഷ് പിഷാരടി സമ്മാനിച്ചതാണ് എനിക്ക്. ഇത് പിഷാരടി
സമ്മാനിച്ചതാണല്ലേ? എൻ്റെ വീട് താമസത്തിന് സമ്മാനിച്ചതാണ്. നന്നായിട്ടുണ്ട്. ആ കൊമ്പും മറ്റേ അതിന് വർക്കൊക്കെ ഉണ്ടല്ലേ? ഞാൻ ഇവിടെ നിന്നൊക്കെ കളിപ്പിച്ചു കൊടുന്നതാണ്. ഞങ്ങൾ പൊതുവെ സുഹൃത്തുക്കൾ വീട് താമസം അത് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഓ, അല്ല സർപ്രൈസ് ഒന്നുമില്ല. സർപ്രൈസ് ഇല്ല. അതെന്താന്ന് വെച്ചാൽ ഇത് അവൻ കൊണ്ടുവന്ന കേട്ടോ, ഇത് ഞാനോട് ചോദിച്ചില്ല. അവൻ്റെ വീട് താമസത്തിന് എന്നോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഒരു ഫുൾ ഇതുള്ള വാഷിംഗ് മെഷീൻ അങ്ങനെ ചോദിച്ചു, അതുകൊണ്ട് കൊടുത്തു. ഇത് ഞാൻ അവനോട് ചോദിച്ചില്ല, അത് കൊണ്ടുവന്ന് തന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ എല്ലാവരും കൂടി 4 വാഷിംഗ് മെഷീൻ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം കൊടുത്താൽ മതി. നമ്മൾ സുഹൃത്തുക്കളാകുമ്പോൾ നമുക്ക് ചോദിക്കാം എന്താണ് നിനക്ക് വേണ്ടത്, ഓവൻ വേണോ, വാഷിംഗ് മെഷീൻ വേണോ, ഫ്രിഡ്ജ് വേണോ ഒക്കെ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒരു വീട്ടിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ ആവശ്യത്തിൽ കൂടുതലാകുമ്പോൾ അവൻ അറിയാം എൻ്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പം അതുകൊണ്ട് അവൻ ആനേനെ കൊണ്ടുവന്നു. അന്ന് മറ്റേ ഇങ്ങനെ തന്നെ ചോദിച്ചല്ലേ, എനിക്ക് വാഷിംഗ് മെഷീൻ തന്നെ വേണം. അതൊരു ചേട്ടൻ ഞാൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അത് നമ്മൾ സൗഹൃദത്തിന്റെ അടുപ്പം അത് എല്ലാവരോടും ചോദിക്കാറുണ്ട്, അവരോട് മാത്രമല്ല. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഫുൾ കണ്ടീഷനുള്ളൊരു ഇത് മതി എന്ന് പറഞ്ഞു. ഇവൻ ഇത്രയും വലിയ സാധനങ്ങളൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചില്ലെന്നല്ലേ? ഇല്ല, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാമല്ലോ. അതൊക്കെ നമ്മള് കൊടുത്തേ പറ്റൂ. അവൻ ചോദിക്കണ കൊടുക്കണ്ടേ? ഇവിടെ രമേശേട്ടൻ്റെ കൂടെ ഉള്ളൊരു ഇത് അവിടെ ആകെ ഞങ്ങൾ എഴുതണില്ലേ, ഒന്ന് കൃഷ്ണന്റെ ഫോട്ടോ, ഒന്ന് കുടുംബ ഫോട്ടോ, ഒന്ന് സിനിമയുടെ ഫോട്ടോ, ഒന്ന് ഞാനും അവനും കൂടിയുള്ള ഇത് മാത്രമേ ഉള്ളൂ. വേറെ പിന്നെ അങ്ങാടേ ഉള്ളൂ. ഇവിടെയും ചേട്ടനെ കുറേ എന്താ പറഞ്ഞേ, നമ്മൾക്ക് അവാർഡ്സ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നല്ല ഒരു കലാഭവമണി പുരസ്കാരം 2 പ്രാവശ്യം തന്നു. കളിമണ്ണിൽ ഉണ്ടാക്കിയത്, ടൈലിൽ ഉണ്ടാക്കിയത്. ഇതല്ലേ? പിന്നെ കുറെ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു 2 പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയാമോ, ഈ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവിടത്തോളം വെള്ളം കയറിയായിരുന്നു. മൊത്തം ഇത് ഫുള്ള് ചെളിയും വെള്ളവും കുടിക്കേറിയിട്ട് ഇത് റീപ്ലേസ് ചെയ്തതാണ് എല്ലാം, ഇതുൾപ്പെടെ എല്ലാം. ഇതിൻ്റെ ഒരു കോമഡി ഭയങ്കര രസമാണ്. ഈ വുഡില്ലേ, ഈ വുഡ് പോയല്ലോ, 2ാമത് നമ്മൾ ചെയ്തു. എൻ്റെ ഒരു കൂട്ടുകാരൻ ജേസൺ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ചെയ്ത് സന്ധ്യയായപ്പോഴാണ് പണിയൊക്കെ കഴിഞ്ഞത്. അതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി പോയി. ഞാനപ്പോൾ നേരം വെളുത്തു, ഒന്ന് നോക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു വന്നപ്പില്ലേ, ഇതെല്ലാം കൂടെ ഇത് ഇങ്ങനെ ഇരിക്കണം പൊള്ളച്ചിട്ട്. അപ്പോൾ ഞാൻ ഇയാളെ വിളിച്ച് പറഞ്ഞു ഇത് സംഭവം എല്ലാം കൂടി തള്ളിപ്പോന്നല്ലോ, പണിത് വെറുതെയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഏത് വുഡാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആൾ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈ വുഡൊക്കെ കൂടി തള്ളിപ്പോന്നു, എന്ത് ചെയ്യും, ആരുടെ വീട്ടിലത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനൊരു ധർമ്മചെമ്പോളാട്ടി എന്ന് പറഞ്ഞ സിനിമാറിൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞു. അപ്പം അവര് അയ്യോ ഇപ്പം കൊടുത്തുവിട്ടേക്കാം സാധനമെന്ന് പറഞ്ഞ് കൊടുത്തുവിട്ട് എല്ലാം ചെയ്ത് അവരെ എൻ്റെ പണിക്കാശും കൊടുത്ത് 2ാമത് പണിത് തന്നു. എന്താ കാര്യമെന്ന് അറിയാമോ, ഈ വുഡിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ഞാനും പിഷാരടിയും. ഞാൻ പോലും മറന്നുപോയി. അവർക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, ഞാനും അവനും കൂടി പണ്ട് അഭിനയിച്ചൊരു പരസ്യം അത്, അതിന്റെ ബ്രാൻഡ് അംബാസഡർമാരായിരുന്നു. അവര് കൊണ്ടുവന്ന് പണിത് തന്നു. അവരതാണ് അയ്യോ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ കുറെ ഉണ്ടായി. പിന്നെ 2018 കുറെ ശില്പങ്ങളൊക്കെ. ഇതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊക്കെ ഒരു ശില്പമൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ 1000 രൂപയുടെ 500 രൂപയുടെ ഒക്കെ സാധനം നമുക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തരുമല്ലോ. ഇത് വെക്കാൻ ഇവിടെ സ്ഥലമില്ല. ഇത് വെക്കാൻ നമ്മൾ 500 രൂപയുടെ സാധനം വെക്കാനായിട്ട് 50,000 രൂപയുടെ ഷെൽഫ് പണിയണം. കുറേ വെള്ളപ്പൊക്കത്തിൽ പോയപ്പോൾ രക്ഷപ്പെട്ട് അങ്ങനെ പോയി. പിന്നെ കുറെ മേളിലൊക്കെ ഇട്ടിട്ടുണ്ട് ചാക്കില്, അങ്ങനെ കളറ് പോവും. ഇത് കുഞ്ഞുങ്ങളുടെ ബാഗാണോ ചേട്ടാ? 2 ഒരേപോലെ മക്കൾക്ക് വാങ്ങിച്ച? അത് ഞങ്ങളുടെ സംഘടനയുണ്ട്, TV എഴുത്തുകാരൊരു സംഘടനയുണ്ട്, റൈറ്റൽ എന്ന് പറഞ്ഞിട്ട്. റൈറ്റലിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ അംഗങ്ങൾക്ക് സ്കൂൾ ബാഗ്,
പിള്ളേർക്ക് പഠിക്കണമെല്ലാം, എല്ലാവർക്കും ബുക്ക്, അത് ഇത്, വാട്ടർ ബോട്ടില്, ഇൻസ്ട്രുമെന്റ്സ് ബോക്സ്, അതൊക്കെ കൊടുക്കുന്നു. ഈ പ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് മേടിച്ചത്. പക്ഷെ അത് സന്തോഷമല്ലേ അല്ലേ? അത് ഭയങ്കര സന്തോഷമാണ്. അത് ഒരു സംഘടനയിൽ നിന്ന് ഞങ്ങൾ ആകെ 50 പേരേ ഉള്ളൂ. ഒരു 1-2 പേര് മരിച്ചുപോയി, പക്ഷേ 50 പേരുണ്ട് എനിക്ക് എല്ലാവർക്കും. അപ്പോൾ ഇത്രാം തീയതിക്കുള്ളിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മേടിക്കും, കുറേ പേര് മേടിക്കില്ല. ഞാൻ ഇതുവരെ മേടിച്ചിട്ടുണ്ടായില്ല, ഈ പ്രാവശ്യം ഞാൻ മേടിച്ചു. നല്ല ബാഗാണ്. ഒരു വെയിറ്റിംഗ് മെഷീൻ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ തന്നെ. മറ്റേ സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തൂക്കം നോക്കും. നമ്മുടെ സ്വന്തമായിട്ട് അല്ല, എനിക്ക് ഇടയ്ക്ക് തൂക്കം കുറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത്. നമുക്കിപ്പോ നോക്കിയാലോ എത്ര തൂക്കം ഉണ്ടെന്ന്? ഞാനും നോക്കാം. വാ എടുത്ത് ഞാൻ നോക്കട്ടെ എത്ര ഉണ്ടെന്ന്. മിക്കവാറും എനിക്കായിരിക്കും കൂടുതൽ കേട്ടോ. എന്നെക്കാട്ടും വെയിറ്റ് എൻ്റെ വൈഫിനുണ്ട്. നോക്കിക്കോ, 55 അല്ല 55. അത്ര ഉണ്ടോ? 55, 56 എൻ്റെ. ഞാൻ കേറിക്കണം നോക്ക്, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ മാറ്റി നോക്ക്. 58, 59 ഉണ്ട്. ഞാൻ സ്കോർ ചെയ്തല്ലോ ഇതില്. അല്ല, ഞാൻ പണ്ടേ തുടങ്ങി 55, 56 ഞാൻ 48ലേക്ക് പോയായിരുന്നു. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ഞാനായിട്ട് ഭയങ്കര ഫുഡ് അടിയാണ് കേട്ടോ. ഭയങ്കര ചേട്ടാ, നമ്മൾ ഈ ലൈറ്റ് ഒക്കെ ഇത് നമ്മൾ ഓൾറെഡി ഇത് വാങ്ങിച്ച വീടാണല്ലേ? അതെ, ഞാൻ വാങ്ങിച്ചത് മാത്രമല്ല, വാങ്ങിച്ചിട്ട് കുറെ പണിതല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മള് ചേട്ടൻ്റെ തന്നെ ഇഷ്ടപ്രകാരം ഇത് ചെയ്തതാണോ അതോ ഓൾറെഡി എന്റെ വൈഫിന്റെയും കൂടി ഉള്ളൊരു പ്ലാനിങ് ആണ് ഇതൊക്കെ. അവളും അവളുടെ ഐഡിയയും എൻ്റെ ഐഡിയയും കൂടി ചേർത്തിട്ട് ഞാൻ എന്ത് ചോദിച്ചാലും അവളോടും ചോദിക്കും, ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ. ലൈറ്റൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ്. അത് നല്ല രസമുണ്ട്. മറ്റേ ഡിഫറെന്റ് കളേഴ്സിലൊക്കെ വന്നേക്കുന്നതൊക്കെ. നിങ്ങൾ വലിയ വലിയ നടന്മാരുടെ വീട്ടിൽ പോകുമ്പോൾ ഇതിനെക്കാട്ടിയും വലിയ സംഭവമൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ കൊച്ചു വീടാണ്. നമ്മള് കുഞ്ഞു വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമ്മുടെ സ്വന്തം വീടെന്ന് പറയുമ്പോൾ സ്വന്തം വീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാല്, പണ്ട് എനിക്ക് വീടുണ്ട്, തറവാടുണ്ട്, എങ്കിലും ഞങ്ങൾ വാടകയ്ക്ക് ഞാനും വൈഫും കൂടി മാറി താമസിച്ച ടൈമിനൊക്കെ ഇന്റർവ്യൂവിനൊക്കെ ആരെങ്കിലും വരാൻ നേരത്ത് എന്താണ് ആഗ്രഹം എന്നൊക്കെ വൈഫിനോട് ചോദിക്കാൻ നേരത്ത് അവൾ പറയും സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയും. അങ്ങനെ എൻ്റെ 2 കൂട്ടുകാർ വഴിയാണ് ഞാനിവിടെ വരുന്നത്. അന്ന് ഇത്ര സ്ഥലമുള്ളൂ. അന്നത്തെ ഒരു ഇതിൽ വെച്ച് പക്ഷെ സെക്യൂർഡാണ്. ഞാൻ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തിലധികം ഉണ്ടാവും അമേരിക്കൻ പ്രോഗ്രാമൊക്കെ. 45-48 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ല, അമ്മ, ഭാര്യ, 2 പെൺമക്കൾ ഉണ്ടാവും. പക്ഷെ ഭയങ്കര സെക്യൂർഡാണ്. ഒരു റോഡരികിൽ മെയിൻ റോഡിൻ്റെ അരികിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാവും, ടെൻഷനാവും. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, തൊട്ടടുത്ത ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. നല്ല സ്ഥലമാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോഴും, അതായത് എറണാകുളം ഈ റോഡ് തന്നെ പൊളിഞ്ഞു കിടക്കുന്നിട്ട് ഞാൻ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതിൽ പോയപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഹൈബീഡിനോടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ റോഡ് ശരിയാക്കാനായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് അവർ സംയുക്തമായിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പഞ്ചായത്ത് മെമ്പർ ആകണ്ട, നമുക്കുള്ള കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടുന്ന് വളരെ കുറച്ചേ ഉള്ളൂ ലുലുവിലോട്ടൊക്കെ. പക്ഷെ എറണാകുളത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. കാരണം അത്ര നാട്ടുംപുറം പോലുള്ളൊരു സ്ഥലമാണ്, നല്ല പച്ചപ്പൊക്കെ. പഞ്ചായത്താണ്, ഇത് കോർപ്പറേഷൻ. എനിക്ക് വേണമെങ്കിൽ അന്ന് ആലോചിച്ചപ്പോൾ എറണാകുളം നഗരത്തിൽ എവിടെയെങ്കിലും ഒരു വീട് മേടിക്കാൻ അതിനെക്കാട്ടി നല്ലത് ഇവിടെ നിന്ന് വളരെ നല്ല രീതിയിൽ. ഇവിടെ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോകാം. ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർ പോകാം, തൃശ്ശൂർ പോകാം, പോകാം, ലുലു പോകാം, കളമശ്ശേരി പോകാം, കണ്ടെയ്നർ റോഡ് വഴി എൻ്റെ വീട്ടിലോട്ട് എൻ്റെ തറവാട്ടിലേക്ക് പോകാൻ എനിക്ക് 10 മിനിറ്റ് മതി. ഹൈക്കോർട്ടിലെത്താനായിട്ട് 10-15 മിനിറ്റ് മതി. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ ഇരിപ്പുണ്ട്. അത് ഞങ്ങൾ വെറുതെ ഒരു സെൽഫി എടുത്തത് അവള് ഫോട്ടോ ആക്കിയതാണല്ലേ. ഇതിന് പുറകിൽ നിങ്ങൾ കഥയുണ്ടോ ചേട്ടാ? നമ്മൾ അതിന്റെ കഥ ഭയങ്കര കഥയാ. വൈഫ് ഭയങ്കര റേഡിയോയുടെ ആളാ. റേഡിയോ ആണ് ഭയങ്കര സ്നേഹിക്കുന്ന സംഭവമാണ്. ഇങ്ങനെ മേടിച്ചതാ. അടുക്കളയിലായിരുന്നു അതിന്റെ സ്ഥാനം. അതെടുത്ത് ഇങ്ങോട്ടാക്കിയല്ലേ? അതെടുത്ത് ഇങ്ങോട്ട് വെച്ചേക്കാണ്, അങ്ങോട്ട് തന്നെ വെക്കും.
ഇവിടെ കുറെ അതേപോലെ വിഗ്രഹങ്ങളും ഗണപതി ഉണ്ട്, ആന, അത് അതിന്റെ പേരെന്തായിരുന്നു? നമ്മൾ നടരാജ വിഗ്രഹം അല്ലേ, ആ ബാക്കി ഇരിക്കുന്ന? അത് മഞ്ജു വാര്യർ തന്നതാണ്. ആണോ? അത് ഇതെല്ലാം ഓരോരുത്തർ തന്നെയാണോ? ഈ നമ്മള് അതെന്താ ഇതിന്റെ പേരെന്തായിരുന്നു? എനിക്ക് അറിയില്ല കേട്ടോ. നമ്മള് അത് സുനീഷ് വാരനാടൻ എന്ന് പറഞ്ഞൊരു തിരക്കഥാകൃത്തുണ്ട്, മോഹൻലാലിനൊക്കെ ഉള്ള പടം എഴുതിയില്ലേ മഞ്ജു വാര്യർ വെച്ചിട്ട്, അവൻ തന്നതാണ്. അതൊരു കാളയാണ്, അത് ശിവന്റെ എന്തൊരു പേരില്ലേ എനിക്ക്, നന്ദി അല്ലേ? നന്ദി, അത് തന്നെ. മറ്റേ നടരാജ വിഗ്രഹം മഞ്ജു വാര്യർ തൃശ്ശൂരിൽ നിന്ന് തന്നതാണ്. ആ ആനയൊക്കെ ചേട്ടൻ വാങ്ങിച്ചാണോ? അതും ആരെങ്കിലും ഗിഫ്റ്റ്? ഇല്ല, എല്ലാം ഗിഫ്റ്റാണ്. എല്ലാം ഗിഫ്റ്റാണ്. കാശ് കൊടുത്തൊന്നും മേടിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ ഭയങ്കര രസമുണ്ട്. നമ്മള് വീട്ടിലൊക്കെ ഇങ്ങനെ ഷോക്കേസിലൊക്കെ. എൻ്റെ ഒരു ബർത്ത്ഡേക്ക് വൈഫ് ഭയങ്കര സർപ്രൈസ് ആയിട്ട് സമ്മാനിച്ചൊരു ഫോട്ടോയാണ്. ഇതല്ലേ, ഇത് ചോദിക്കാൻ വരുമായിരുന്നു. ചേച്ചി കൊടുത്തതാണ്, അനുചേച്ചി ചേട്ടന് കൊടുത്തൊരു ഫ്രെയിം ഒക്കെ ചെയ്ത്. ഇത് നമ്മുടെ ഏത് പടത്തിലായിരുന്നു ചേട്ടാ? ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഒമർ ലുലുവിന്റെ മറ്റേ ചങ്സ് ആയിരുന്നോ? ചങ്സ് അല്ല, അത് തന്നെ. ഒരു ചേട്ടന് വേറൊരു ലുക്കിലൊക്കെ വന്നൊരു പടമായിരിക്കും അല്ലേ അത്? ഇത് ആട്, ഇതിന്റെ ആട് 2-ന്റെ ഒരു നമ്മുടെ ഇതിനകത്ത് വരാൻ പോകുന്നുണ്ട്. ഡിസംബറിലെ ഷൂട്ട് അതായോ? ആട് 3 ഡിസംബറിൽ ഏകദേശം ഷൂട്ട് ചെയ്യും. മുകളിലേക്ക് ഞാൻ പുറത്തു നോക്കിയപ്പോ 3 നിലയുണ്ടോ ചേട്ടാ? അതോ? അത് 3 നിലയെന്ന് പറഞ്ഞാൽ 2 നിലയാണ് വീട്. 3ാമത്തെ നിലയൊരു ഉടായ്പല് ഉണ്ടാക്കിയേക്കേണ്ട നിലയാണ്. അവിടെ ഒരു തിയേറ്റർ പണിയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പണിതാണ്. ഒരു റീഡിങ് റൂം, വായന ഭയങ്കര ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ രാവിലെ എണീറ്റാൽ പത്രം വന്നോ ബുക്ക് വന്നോ ഒന്ന് നോക്കേണ്ട ഒരാളെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എന്നിട്ടാണ് ഞാൻ ടോയ്ലറ്റിൽ പോലും കയറുള്ളൂ. ഇപ്പോൾ പത്രമായിട്ട് കയറുള്ളൂ. അപ്പം ഞാനിട്ടപ്പോൾ എൻ്റെ വെള്ളപ്പൊക്കത്തിലൂടെ കിടന്ന് പുതിയ കാറ് വരെ മുങ്ങിപ്പോയിട്ടും എനിക്ക് കുഴപ്പമുണ്ടായില്ല. എൻ്റെ ബുക്ക് പോയപ്പോൾ എൻ്റെ പുസ്തകങ്ങളൊക്കെ പോയി അല്ലേ? അപ്പം പോലെ ഇപ്പോൾ. അയ്യോ, കുറേ പുസ്തകം ഉണ്ടായിരുന്നു ചേട്ടാ അന്ന്? കുറേ പുസ്തകങ്ങളും മേളിലുണ്ടായിരുന്നു. ഞാൻ ഈ വെള്ളം പൊങ്ങിയപ്പോൾ തന്നെ ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇവരത് ശ്രദ്ധിച്ചില്ല. എൻ്റെ സിനിമയിൽ കിട്ടിയ അവാർഡുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്ത് വെച്ചു. TV അതൊക്കെ വെച്ചു. കുറേ എല്ലാം എല്ലാം രണ്ടാമത് ഉണ്ടാക്കിയ പെയിന്റിങ്ങും അത് ഇതും. പെയിന്റ് അടിച്ചിട്ട് പിടിക്കൂലായിരുന്നു. ഇത് ഈ വെള്ളം അത് ഈർപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പൊളിഞ്ഞു പോരുമായിരുന്നു. അതൊക്കെ രണ്ടാമത് റീപ്ലേസ് ചെയ്തു. നല്ല പാത്രങ്ങളെല്ലാം കൊണ്ട് ചവിട്ടി ചളുക്കി കൊണ്ട് കൊടുത്തിട്ട് പുതിയ പാത്രങ്ങൾ അടിക്കുന്നത്. പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേന് അവിടെ ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. വിഷുവിന് കൃഷ്ണൻ എനിക്ക് കൂടി കിട്ടിയതാണ്. ഇത് എനിക്ക് അവനും കൂടി കിട്ടിയതാണ്. രണ്ടുപേർ കൂടെ ഒന്നിച്ച് കിട്ടിയല്ലേ? കലാഭവനിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ കലാഭവനിലെ മെമ്പറൊന്നും വരുന്നില്ല. ആബേലച്ചൻ്റെ അച്ഛൻ്റെ അല്ലേ? കലാഭവൻ അച്ഛൻ്റെ ആ ഒരു മുകളിൽ നമുക്ക് എന്തെങ്കിലും കാണാനുണ്ടോ ചേട്ടാ? അവിടെ എന്തെങ്കിലുമൊക്കെ? ഒന്നും കാണാനൊന്നുമില്ല. പിള്ളേർ കിടന്ന് തുടങ്ങിയതാലും അതൊക്കെ ഉള്ളു. പിന്നെ ഈ കൃഷി പരിപോഷിപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അവിടെ മുകളിലപ്പോ എവിടെയാണ് ആ മറ്റേ മിറാക്കിൾ ഫ്രൂട്ട് ഒക്കെ നട്ടേക്കുന്നത്? അതവിടെ തന്നെ ചെറിയൊരു ഇതിലാണല്ലേ? വലിയ രസമില്ല കാണാനായിട്ട്. ക്യാമറയിൽ കണ്ടാലും ഒരു സുഖം കിട്ടാത്ത. നേരത്തെ നല്ലതായിരുന്നു. ഇപ്പൊ അവിടെ ഒന്നുമില്ല, പൂക്കളൊന്നുമില്ല. ഒരു 2 വേപ്പിലയും മിറാക്കിൾ ഫ്രൂട്ടും അതൊക്കെ. നമ്മളിവിടെ വന്നിട്ട് ചേച്ചീനെ ഇതിലിട്ടും ക്യാമറയുടെ മുമ്പിലോട്ട് വിളിച്ചില്ല. ചേച്ചി ഇന്ന് തിരക്കാണെന്ന് തോന്നുന്നു. ചേച്ചി അവിടെ ഭയങ്കര എനിക്കൊന്ന് ഉച്ചക്കത്തേക്കിനുള്ള ഫുഡിന്റെ ഒക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പാചകത്തിൽ ഇവിടെ ഒരുപാട് പേർക്ക് വിരുന്നൂട്ടിട്ടുള്ള ഒരാളാണ്. ദുൽഖറൊക്കെ ഇവിടെ വന്നിട്ട്. ആരൊക്കെ വന്നിട്ടുണ്ട് ചേട്ടാ? ദുൽഖറും പിന്നെ ഇവിടെ രഞ്ജിപ്പണിക്കർ, അശോകൻ ചേട്ടൻ, ബൈച്ചേട്ടൻ, വിപിൻ, ഒരുപാട് നടന്മാർ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് നടന്മാർക്ക് അങ്ങാട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമുണ്ട്. അവർക്ക് 1 ലക്ഷം രൂപ പോയാലും കുഴപ്പമില്ല. അവരൊരു പാത്രം പോയാൽ അവർക്ക് ഭയങ്കര പ്രശ്നം. അതൊരു പ്ലാസ്റ്റിക്കിന്റെ പാത്രമായാലും അതെല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ കുറേ ചോദിച്ചിട്ടുണ്ട്. ജോണി കാണിച്ചിട്ട് ഭാര്യയൊക്കെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഇവര് നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ ഫുഡ് കൊടുക്കുന്നു.
അവരാ ഫുഡൊക്കെ വെച്ചിട്ട് ആ പാത്രം എവിടെ എവിടെയെങ്കിലും ഹോട്ടലിൽ ചെന്നാൽ പോലും നമുക്ക് കിട്ടില്ല. അങ്ങനത്തെ അതിൽ പൈസ പോയാലും കുഴപ്പമില്ല, ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം പോയ പ്രശ്നം. അതായത് എൻ്റെ കൂട്ടുകാരുടെ ഭാര്യമാർക്കുണ്ട്, എൻ്റെ ഭാര്യക്കുണ്ട്, കുറേ പേർക്കുണ്ട്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഒരുപാട് പേരുണ്ട്, വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കൊണ്ടേ കൊടുത്ത ആൾക്കാരാണ്. നമുക്കൊക്കെയായാലും ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് ലാലേട്ടൻ്റെ വീട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നസെൻ്റ് ഏട്ടൻ മരിക്കണേക്ക് മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ മീൻ കൊടുത്ത് വിട്ടിട്ട് അങ്ങനെയൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വന്ന് ചോദിച്ചു വാങ്ങിക്കാറുണ്ടായിരിക്കും അല്ലേ? എന്നോട് സുരേഷ് ഏട്ടൻ എനിക്ക് അച്ഛനും മമ്മിയും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു ചേട്ടാ നല്ല മീനൊന്നും അല്ല എന്നിട്ട് ഞാൻ വേറെ മീനൊക്കെ കൊടുത്തുള്ളൂ. അങ്ങോട്ട് ഇന്നസെൻ്റ് ഏട്ടന് കൊടുത്തുള്ളായിരുന്നു, ബിൽറാച്ചേട്ടന് ചില കറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളിവിടെ പക്ഷേ ശീലമില്ലാത്തൊരു മീനാണ്, അത് ഒരു കൊമ്പോ ഭയങ്കര രസമാണ്. എൻ്റെ അവരുടെ സ്കൂളിൽ ഞാനായിരുന്നു ഉദ്ഘാടകൻ. പക്ഷെ അവരാരോടും പറയില്ല. അവിടെ അനൗൺസ് ചെയ്തു സ്പെഷ്യൽ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ചിരിക്കുകയുള്ളൂ. തൊട്ടടുത്ത കൂട്ടുകാരോട് പോലും അവർ ഞാനാണ് സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിയണത്. അപ്പം അതൊക്കെ ഒരു അവർക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. എൻ്റെ വൈഫിനും ഇല്ല, രണ്ട് മക്കൾക്കും. ഞാനൊരു സിനിമ അതിൽ അഭിനയിക്കുന്ന ആളാണ്, സീരിയലിൽ അല്ല ടി വിയിൽ വരുന്ന ആളാണ്. അങ്ങനത്തെ ഒരു ഭാരം എനിക്കുമില്ല. ചിലർക്ക് ഭയങ്കര പ്രശസ്തി തലയെ കൊണ്ട് കിടക്കാൻ വലിയ പാടുള്ള ആൾക്കാരുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വന്നിട്ടില്ല. ഞാനും പിന്നെ എൻ്റെ നാട്ടുകാരും ഇവിടുത്തെ നാട്ടുകാരും ആരും സിനിമ നടനായിട്ടോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അവിടെയൊക്കെ പോയി അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഒരു ചായക്കടയിൽ പോയിട്ട് അവിടെ ഇരിക്കും. ചില പള്ളിമുറ്റത്ത് പോയിട്ട് പള്ളിമുറ്റത്തൊരു ബെഞ്ചുണ്ട്, അവിടെ ഇരിക്കും. എല്ലാവരായിട്ട് നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചടങ്ങുകൾ വരുമ്പോൾ അവർ വിളിക്കുന്നല്ലാതെ ഞാൻ അങ്ങനെ ഇല്ല. അല്ല, ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ചേട്ടൻ ഇങ്ങനെ രാവിലെ തൊട്ട് ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് ഓരോ കൂട്ടുകാരെ കാണാൻ പോകുന്നു. സാധാരണ ഒരു ജീവിതം അല്ലേ? ഒരു അങ്ങനെ തന്നെയാണ്. അങ്ങനെ മതി അത്, അല്ലെങ്കിൽ ഭയങ്കര ലോഡാവും. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ എന്നാ ചോദിച്ചോ, നാളെ ഞാൻ അമേരിക്കയിലൊക്കെ പോയിട്ട് 40-48 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് കുളിച്ച് ചായ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പരിപാടിയൊന്നും ഇല്ലേ, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് വന്നേക്കണേ അമ്മ എന്നൊരിക്കത്. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴാണ് എന്താ സിനിമ, പുതിയ സിനിമ ഏതാ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ എനിക്കൊരു 6-7 സിനിമകൾ ഇറങ്ങാനുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാണ്. ഗൾഫിൽ നിന്ന് ആൾക്കാരോട് എപ്പോഴാണ് നീ പോകണമെന്ന് ചോദിക്കണ പോലെയാണ്. പരിപാടിയൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നത്. പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഇവിടെയൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റും. ഞാൻ ചില ആൾക്കാരോട് സിനിമയൊന്നുമില്ലേ, ഒന്നുമില്ല ചേട്ടാ, കുറെ കാലമായിട്ട് സിനിമയേ ഇല്ല എന്ന് പറയും. അപ്പോൾ അവരുടെ അവർക്കൊരു സമാധാനമായി, എനിക്കൊരു സമാധാനം. നമ്മളോട് സ്നേഹം കൊണ്ടൊന്നുമല്ല, എന്തെങ്കിലും ചോദിക്കണ്ടെന്ന് വെച്ചു. പിന്നെ ആൾക്കാർ കാണുമ്പോൾ നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും കുറേ പേര്. അതുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി രാഷ്ട്രീയമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് സൈബർ ആക്രമണം ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും ഇതാണ്. എൻ്റെ മൂത്ത മോള് വൈഗ എന്ന പേര്, ഞങ്ങൾ അമ്മ വിളിക്കും. അവളെന്നെ ഇങ്ങനെ എടുത്ത് പൊക്കി പിടിച്ച് ഇളയവള് ഫോട്ടോ എടുത്ത് അത് പോസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ അതിനൊരു കമൻറ്റ്, ഒരു ക്യാപ്ഷൻ ഇട്ടു, എൻ്റെ അച്ഛന് അധികം വെയിറ്റ് ഒന്നുമില്ല. 2 രീതിയിലാണ് ആ ക്യാപ്ഷൻ. എൻ്റെ അച്ഛൻ അധികം വെയിറ്റ് ഒന്നുമില്ല. കാരണം ഞാനങ്ങനെ കമൻറ്റ് ശ്രദ്ധിക്കാത്ത ഒരാളാണ്. വെറുതെ ഇങ്ങനെ തട്ടി വെറുതെ ഒരു ദിവസം നോക്കിയപ്പോൾ ഒരുത്തനിട്ടേക്കണ കമൻറ്റ്, ആ പട്ടീനെ കൊണ്ട് പോലെ തോട്ടിൽ പറഞ്ഞ് കളയും. അപ്പം ഞാൻ ഭയങ്കര വിഷമമായിപ്പോൾ. എൻ്റെ കൊച്ച് ഇട്ടേക്കണ ഫോട്ടോ അല്ലേ. അപ്പം ഞാൻ അവൻ്റെ നോക്കിയപ്പോൾ അവനും എൻ്റെ അതേ മോളുടെ പ്രായമുള്ള മോള്, അവൻ്റെ വൈഫും കൂടി പ്രൊഫൈലുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിനെ കണ്ടു, നിങ്ങളുടെ കമൻറ്റും കണ്ടു, നിങ്ങളുടെ കുടുംബം നല്ലതാണ്, നിങ്ങളുടെ മോള് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന സുന്ദരിയാണ്, എല്ലാവിധ ഭാവങ്ങളും പറഞ്ഞു. അവന് പിന്നെ കുറേ തട്ട് കിട്ടി ഇന്നേട്ടേൻ്റെ പേരിൽ. ഞാനത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു.
ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബത്തെ കണ്ടു നല്ലോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അവന് കുറേ തട്ട് കിട്ടി. അങ്ങനെ അത് പോസ്റ്റ് പരിപാടിച്ചോ ഫേസ്ബുക്കിൽ നിന്നേ പോയി കുറക്കാലത്തേക്ക്. അങ്ങനെ കമൻറ്റ് ഉണ്ട്. ഞാൻ മറുപടി കൊടുക്കാറില്ല. മറുപടി കൊടുത്താൽ അവർ വലുതായി പോകും. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്ക് രാഷ്ട്രീയമൊക്കെ, എനിക്ക് തുറന്ന രാഷ്ട്രീയവും തുറന്ന നിലപാടുകളൊക്കെ ഉള്ള ഒരാളാണ്. അത് ഞാൻ എല്ലായിടത്തും പറയാറുമുണ്ട്. അതൊന്നും ഞാൻ മാറ്റി വെക്കാറുമില്ല. പച്ചയ്ക്ക് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എതിർ രാഷ്ട്രീയക്കാർ എനിക്കെതിരെ നല്ല സൈബർ ആക്രമണം ഉണ്ട്. അത് എൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായാലും ഇൻ്റർവ്യൂ ഉണ്ടായാലൊക്കെ ഉണ്ടാവും. അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ രാഷ്ട്രീയത്തിലുണ്ട്, സിനിമയിലും ഉണ്ടല്ലോ. ഏതാണ് രാഷ്ട്രീയത്തിൽ പണ്ടേ ഉണ്ട്. എന്നാലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇത് എന്താണ്? ഇറങ്ങിയൊക്കെ ഒന്ന് പ്രവർത്തിക്കാലോ. രണ്ടിലേത് ഫീൽഡാണ്? ഈ രണ്ട് ഇതിൽ നിൽക്കുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിൽ നിന്നാണെങ്കിലും സിനിമയിലുള്ളപ്പോഴും മിമിക്രിയിലുള്ളപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സഹായമാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടാവത് ഞാൻ ഈ രണ്ട് മേഖലകളിൽ നിന്നിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് രണ്ടും വേർതിരിച്ച് കാണാവില്ല. എൻ്റെ ജീവിത ഉപാധിയാണ് സിനിമ, മിമിക്രി എന്നൊക്കെ പറഞ്ഞാൽ. മറ്റേത് രാഷ്ട്രീയം ഒരു ജോലി എന്നുള്ള രീതിയിലല്ല കാണുന്നത്, സേവനം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അത് ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. ഇത് കിട്ടുന്നുണ്ട്. ഞാൻ മിക്കവാറും ഉദ്ഘാടനങ്ങളൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പൈസകൾ, ഞാൻ സിനിമയിൽ ഒഴിക്കുന്ന പൈസ എൻ്റെ വീട്ടിലേക്ക് എടുക്കുന്നു. ഉദ്ഘാടനത്തിലേക്ക് പോകുന്ന പൈസ മറ്റ് ചാരിറ്റി പരിപാടികൾക്കൊക്കെയാണ് കൊടുക്കാറ്. അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. 2009 ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്ന തുടങ്ങി ഒരുപാട് പഠിപ്പിക്കാനായിട്ടുള്ള സഹായം ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഉണ്ടായാൽ കൊടുക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഇതിന് ചക്കപ്പൊരി ചേച്ചി വരിക്ക ചക്ക ചേച്ചി സ്പെഷ്യലായിട്ട് പഴംപൊരി ഉണ്ടാക്കൂലേ, അതേപോലെ ചക്ക എടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കുന്ന. ഇത് വാങ്ങിച്ചാണോ ചക്ക, അതോ നമ്മൾ ഇവിടെ ഉണ്ടോ? കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് സീസൺ ആണല്ലോ ചക്കയുടെ, അപ്പൊ കൊണ്ട് തന്നെയാണ്. എന്നാ ചേട്ടാ എടുക്ക്. അല്ല കഴിച്ചു. ഈ ചേച്ചി ഇതിപ്പോ കൊണ്ടുവന്നപ്പോഴാ നമ്മള് 16 വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചിയും ചേട്ടനും കൂടെ ഒളിച്ചോടിയ കല്യാണം കഴിച്ചിട്ട് വീണ്ടും 16 വർഷങ്ങൾക്ക് ഇപ്പുറം ഒന്നുകൂടെ കല്യാണം കഴിച്ചു. അന്നും ചേട്ടൻ മുമ്പേ പറഞ്ഞ ഒരു ക്യാപ്ഷൻ ഒക്കെ ഇടാൻ ചേട്ടൻ ഭയങ്കര മിടുക്കനാണ്. അതിന്റെ ഒരു ക്യാപ്ഷനാണ് എന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാണ്. അത് മാത്രം ആദ്യം ടൈറ്റിലാക്കിട്ടിട്ട് കുറെ പേര് ഞാൻ തന്നെയാണ് എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട്, എന്നെ വിളിച്ചില്ല കേട്ടോ, പിഷാരടിനെ വിളിച്ചിട്ട് കുറെ പേര് പറഞ്ഞു അവൻ ഇതൊന്നും അറിയണം, 2 പിള്ളേരുള്ളതല്ലേ, അവൻ പിന്നെയും വേറെ കെട്ടാൻ പണിയാണെന്നൊക്കെ ചോദിച്ചു. വലിയ നടന്മാര് മനെ എന്തിനാണ് മനെ ഭാര്യത്തിന്റെ കല്യാണം വേറൊന്നും കിട്ടാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു. ശ്രീനിവാസൻ ചേട്ടൻ ചോദിച്ചു, ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു. എല്ലാം ഞങ്ങളെ ഈ വിവാഹം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ മീറ്റിങ്. ആനുവൽ മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ജനറൽ ബോഡിയുടെ ടൈമിന് വരും. ഇങ്ങനെ പോസിറ്റീവായിട്ട് ഞങ്ങൾക്കാകെ പേടി ഞങ്ങളെ മക്കളായിരുന്നു. മക്കൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ അവരുടെ കൂട്ടുകാർ വരെ പറഞ്ഞു ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്, അമ്മയുടെ അച്ഛൻ്റെ കല്യാണം വീണ്ടും കൂടാൻ പറ്റില്ല. അത് ഭയങ്കര ഭാഗ്യമാണ്. നമ്മളിങ്ങനെ തമാശക്കൊക്കെ പറയല്ലോ മക്കളുടെ കല്യാണം, അച്ഛൻ്റെ അമ്മയുടെ കല്യാണത്തിന് അച്ചാറ് വിളമ്പോ ഉപ്പ് വിളമ്പോന്നൊക്കെ പറയല്ലോ. അതിന് ഭാഗ്യം ലഭിച്ച കുട്ടികൾ തന്നെയാണ് ചേട്ടൻ്റെത്. കുഴപ്പമുണ്ടല്ലോ, അവർക്കും ഒരു കുഴപ്പമുണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്ക് എന്ത് കുഴപ്പം, ഞങ്ങൾ പിന്നെ ആരോടാന്നേ കുഴപ്പമൊന്നും ഉണ്ടല്ല. ശരിക്കും പറഞ്ഞാൽ പത്രത്തിൽ ഒരു വിവാഹ ഫോട്ടോ കൊടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. എല്ലാ പത്രങ്ങളിലും കളർ ഫോട്ടോ അടക്കം വാർത്ത വന്നു. അത് വലിയ ഭാഗ്യല്ലേ. ചേട്ടാ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അന്നത്തെ സമയത്ത് അതിലും ടെൻഷൻ ആയിരിക്കും. ആർക്കും ടെൻഷൻ ഉണ്ടായില്ല. നാണം ഉണ്ടാന്ന് ചോദിച്ച ആൾക്കാരുണ്ട്, ടെൻഷൻ ഉണ്ടാന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അതൊന്നുമില്ല. ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ്. ഞങ്ങൾ 3 പേര് ഒപ്പിടാനേ വിളിച്ചുള്ളൂ. അവിടെ ചെന്ന നിറച്ച് ആൾക്കാരായിപ്പോയി. പിന്നെ ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അന്ന് 10,000 രൂപ ഫുഡ് ഉണ്ടായിരുന്നു. അല്ല 2,000 രൂപ അവിടെ കൊടുക്കുക, 3 പേര് ഒപ്പിടുക, പോരുക. ഇത്രയും പരിപാടി ഉണ്ടായുള്ളൂ. പിന്നെ പുതിയ കല്യാണം ഓർത്ത് അവക്കൊരു മാല പുതിയത് മേടിച്ച്, 2 തുളസി മാല മേടിച്ചു. ഇത്രയാണ് ഞങ്ങളുടെ ചെലവ്. അത് വലുതായിപ്പോയി.
അതെന്ന് പറയാൻ പറ്റും സിനിമയ്ക്കകത്തൊക്കെ എനിക്ക് കാണുന്ന ഡയലോഗ് ഓർമ്മ വരുന്നത്. ഇതിപ്പോ മറ്റേ തൃശ്ശൂർ പൂരത്തിലുള്ള ആളുണ്ടല്ലോ. കുറേ പേര് വന്നു. ഒരു നിങ്ങളിപ്പോൾ 3 പേരാണ് വന്നേക്കുന്നത്. ഒരു ഇന്ന് 5 പേരും 6 പേരും ഒക്കെ വെച്ചിട്ട് വന്ന് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് സന്തോഷമാക്കിയിട്ടാണ് വിട്ടത്. അതിനുശേഷം ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു ചേട്ടാ? എല്ലാരും ഭയങ്കര പോസിറ്റീവായിട്ടായിരുന്നോ? എല്ലാരും ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാവരും. എൻ്റെ അയൽവക്കത്തുകാർ മാത്രമേ ഇത് അറിയാണ്ടുള്ളൂ. അയൽവക്കത്തുകാരും അറിഞ്ഞിട്ടേ ഇല്ല. 24 മണിക്കൂറും മൊബൈലിലിരിക്കണമെങ്കിലും അവർ അറിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ലോകത്ത് ആൾക്ക് മൊബൈലിലും മുട്ടിയടക്കമുള്ള എല്ലാവരും അറിഞ്ഞിട്ട് ഇവരറിഞ്ഞിട്ടില്ല തന്നെയാണ്. അവരൊക്കെ വിളിച്ചായിരുന്നോ ചേട്ടാ? ലാലേട്ടനൊക്കെ വിളിച്ചോ? ഞാൻ അത് കഴിഞ്ഞിട്ടായിരുന്നല്ലോ ബോഡിയിലെല്ലാവരും കണ്ടവരെല്ലാവരും സൈഡിൽ കുറെ പേര് അങ്ങനെയൊക്കെയല്ല. കാണുന്നവർ ഓ എല്ലാം കഴിച്ചല്ലേ മറ്റേ എല്ലാവരും നല്ല അഭിപ്രായമാണ്. ഒരാളും കുറേ പേര് എന്നെ വിളിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യേണ്ടത്, ഞങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല, അത് കുഴപ്പമാകുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യണം, അത് വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതൊരു ലീഗലി നമുക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആവശ്യങ്ങൾക്കും നമുക്ക് ഞങ്ങൾ വിദേശത്തൊക്കെ പോയിട്ടുണ്ട്, ടൂറിനൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ ഒരു അമേരിക്ക പോലത്തെ രാജ്യങ്ങളിലേക്ക് പോകാൻ നേരത്ത് ഇത് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ലീഗലി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്കെന്തെങ്കിലും പറ്റിയാൽ പോലും അത് ഭാര്യയ്ക്കും മക്കൾക്കും ഭയങ്കര ഭാരമാവും. അപ്പം അങ്ങനെ കുറേ പേര് വിളിച്ചു, എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നൊക്കെ ചോദിച്ച് കുറേ പേര് വിളിച്ചായിരുന്നു. എന്നെപ്പോലെ ഞാൻ മാത്രമല്ലല്ലോ വിളിച്ചോട് വിവാഹം കഴിച്ച ആള്, കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ കുറേ പേര് വിളിച്ചിട്ട് ചോദിക്കുകയൊക്കെ ചെയ്തു. അന്ന് കല്യാണം കഴിഞ്ഞ് ഹണിമൂണിനൊക്കെ പോയായിരുന്നു കേട്ടാ? ഇല്ല, അന്ന്. അപ്പം ഇപ്പം 2 കല്യാണത്തിന് ഹണിമൂൺ ഇല്ല. ഇപ്പൊ സെക്കൻഡ് മാരേജ് കഴിഞ്ഞപ്പോഴേ മാരേജ് മാത്രമേ ഉള്ള സെക്കൻഡ് ആയിട്ടുള്ള, ഇനി ഹണിമൂണൊക്കെ പോകുന്നുണ്ടോ കുട്ടികളൊക്കെ ആയിട്ട്? ഒരു ട്രിപ്പൊക്കെ തീരുമാനം അങ്ങനത്തെ ഒരു സംഭവമൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഹണിമൂൺ എന്ന് പറഞ്ഞൊരു ട്രിപ്പൊന്നുമില്ല. ചേച്ചി എന്തിലൊക്കെ ആഗ്രഹം പറഞ്ഞു ഇന്ന സ്ഥലത്തേക്കൊക്കെ? ഇല്ല, അതങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. അമ്പലത്തിൽ പോകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. ഹണിമൂൺ അവിടെ പോകണം എന്നൊക്കെ പറയുന്ന ആഗ്രഹങ്ങളൊന്നും പറയാറില്ല. പറഞ്ഞാൽ കൊണ്ടുപോകും. പറഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഒരു സ്ഥലം ഏതായിട്ടാ? മൂകാംബികയിൽ പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. അത് വളരെ ആഗ്രഹമായിരുന്നു മൂകാംബികയിൽ പോകണം എന്നുള്ളത്. ഞാൻ 2 ദിവസം പോയിട്ടുണ്ട്, അവള് പോയിട്ടുണ്ടായില്ല. അങ്ങനെ പിന്നെ പോയിട്ടുണ്ട്. പിന്നെ പറയുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉള്ളൂ, വലിയ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ പറയാറില്ല. പറയാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്, ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ പറയാറുള്ളൂ. അങ്ങനെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചേട്ടന് ഏറ്റവും വലിയ സുഹൃത്ത് നമ്മുടെ പിഷാരടി ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ എന്താണ് പറഞ്ഞത് കല്യാണത്തിന് ശേഷം? ചേട്ടനത് വിളിക്കുകയൊക്കെ ചെയ്തു? അവന് വിളിച്ചൊന്നുമില്ലേ, എൻ്റെ സ്വന്തം വീട്ടിൽ പോലും പറഞ്ഞില്ലേ, അവനോടും പറഞ്ഞില്ല. സോഷ്യൽ മീഡിയ ഇവളെങ്ങോട്ട് വിളിച്ചോടുന്ന വഴിയാണ് ഞാൻ ആദ്യം അവനെ വിളിച്ചിട്ട് എടാ ഞാൻ അനുവിനെ കൊണ്ട് പോനേട്ടോ എന്ന് പറഞ്ഞ്. അവനൊന്നും വിളിച്ചൊന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ട്, പുള്ളിയാണ് എനിക്ക് ഇവളെ വിളിച്ചിട്ട് ഓടാനൊക്കെ ആയിട്ട് വന്നത്. ഞാൻ അവനെ വിളിച്ച് പറയുക ചെയ്തത്. ഈ കല്യാണം വന്നപ്പോൾ അവനോട് ആൾക്കാർ വിളിച്ച് എന്താണ് കാണിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് അവനോട് കുറേ പേര് വിളിച്ചു, നീ മര്യാദക്കൊരു പോസ്റ്റ്. ഞാൻ പറഞ്ഞു പിഷാരടി ഞാൻ നല്ല പോസ്റ്റായിട്ടേക്കണത്, എൻ്റെ ഭാര്യ വിവാഹിതയാവുന്ന വരം ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്, അത് അവർ കട്ട് ചെയ്തിട്ട് എൻ്റെ കുറ്റമാണോ എന്ന് ചോദിച്ചേ. അപ്പം അതെൻ്റെ കുറ്റമല്ല, അവർ കട്ട് ചെയ്തിട്ടോ താഴേക്കുള്ള വായിച്ചാലല്ലോ ഇത് കുറേ വാർത്തകൾക്ക് അങ്ങനെയാണല്ലോ, നിങ്ങൾ പോലും ഇടുന്ന അങ്ങനെ ഇരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളൂ, അല്ലാണ്ട് അതവനൊന്നും എനിക്ക് ശല്യമാണ് രാവിലെ തുടങ്ങി ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ അങ്ങനെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ, അത് മാത്രമല്ല കുറേ സുഹൃത്തുക്കൾ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പിഷാരടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുപ്പുള്ള ഒരാളാണ്. സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ ഉണ്ട്, അവനും ഉണ്ട് ഇഷ്ടംപോലെ. സൗഹൃദം എന്നുള്ളൊരു കുടുംബമാണ്, അതാണ് അതിൻ്റെ ഒരു രീതി. അതിപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ടീമുണ്ടായിരുന്നു. രമേഷ് പിഷാരടി കുടുംബം, സാജൻ പള്ളുരുത്തി കുടുംബം, സാഞ്ചേട്ടൻ്റെ വീടുമായിട്ട് അച്ഛൻ അമ്മ അവർ രണ്ടുപേരും മരിച്ചുപോയി. അവരുള്ളപ്പോഴേ ഞങ്ങൾ ഭയങ്കര അടുപ്പമായിരുന്നു. ഒരു അനിയനുണ്ട്, വയ്യാത്ത അനിയനുണ്ട്, ഷീ ചേച്ചി പുള്ളിക്കാരൻ്റെ ഭാര്യ, അവരുണ്ട്.
പിന്നെ കോട്ടയത്ത് ഒരു ഹരിദാസ് ഏട്ടനുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കുടുംബമായിട്ട് നല്ല അടുപ്പമുണ്ട്. പ്രജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരനുണ്ട്, അവരുമായിട്ട് അടുപ്പമുണ്ട്. ദേവി ചന്ദന, സ്നീകാൻ, പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ടീമുണ്ട്. പിന്നെ മരിച്ചുപോയി സുബിയുടെ വീട്ടുകാരായിട്ടും നമുക്ക് നല്ല ബന്ധമുണ്ട്. ഇപ്പോഴും ബന്ധമുണ്ട്. ഇപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ബന്ധമുണ്ട്. സുബിയാണ് ആദ്യം വീട് കവർ ചെയ്യുന്നത്. അവൾ ആദ്യത്തെ എപ്പിസോഡ് ഈ വീട്ടിൽ നിന്നായിരുന്നു. അവള് ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യത്തെ എപ്പിസോഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് എന്താ നിങ്ങൾക്ക് കിട്ടുന്ന ബെല്ലൈക്കൺ, ഗോൾഡൻ ബട്ടൺ, അത് കിട്ടിയപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ധർമ്മൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പൊട്ടിക്കോളൂ. ധർമ്മൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്. എനിക്ക് അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടി തുടങ്ങി. ധർമ്മൻ്റെ എന്നുണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ആണ് പൊട്ടിച്ചത്. അവൾ പോയി. എന്തോരം രാജ്യങ്ങളിൽ എന്തോരം സ്റ്റേജുകളിൽ ഒരുമിച്ച് അവളെ പറ്റി ഓർക്കുമ്പോൾ ഒറ്റയ്ക്ക് വരുമല്ലോ. ഞങ്ങളാണ് അവളുടെ കൂടെ ഉള്ളത്, ഞാനും പിഷാരടി. ഇപ്പൊ റീസെന്റ് പിഷാരടി ചേട്ടൻ ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ ആയപ്പോഴൊക്കെ ചേട്ടൻ വിളിച്ചായിരുന്നു. ഒരു നമ്മള് റീസെന്റ് ഇഷ്യൂ എന്നല്ല, ഒരു അമ്മയുടെ ഒക്കെ ഒരു ഞാൻ പോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവൻ പറഞ്ഞു, ഞാൻ അതിനെതിരെ പ്രതികരിക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞു എന്താ പറയണ്ട. അവൻ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. അതിനുള്ള നിയമവശമല്ല, കാര്യങ്ങൾ അവൻ പറഞ്ഞു. നിയമവശം പറയാനോ അല്ല. അത് അമ്മയിൽ 40% സ്ത്രീകൾ വേണമെന്നുണ്ട്. അപ്പം 4 സ്ത്രീകൾ വേണം. അപ്പം അതിലേക്ക് 4 സ്ത്രീകളെ മത്സരിപ്പിക്കണം. അതിൽ 8, 10, 12, 20 ആയിക്കോട്ടെ. അതിൽ നിന്ന് 2 സ്ത്രീകളല്ലേ, 4 സ്ത്രീകളല്ലേ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളൂ. അത് 15 പേര് മത്സരിച്ചാലും 6 മത്സരിച്ചാലും പുരുഷന്മാർ മത്സരിക്കാതിരുന്നാൽ സ്ത്രീകൾ തന്നെ ഉണ്ടാവുള്ളൂ. ഇത്ര സ്ത്രീകൾ മത്സരിച്ചാൽ മതി. അവൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. പിന്നെ എനിക്ക് അതിനെപ്പറ്റി പറയേണ്ടി വന്നില്ല. എന്നെ ഒരുപാട് പേര് ചൊറിഞ്ഞു, എന്താ പറയണ്ട, എന്തെങ്കിലും പറയേണ്ടത്. ജയിച്ചിട്ടും തോറ്റൊരാളായിപ്പോയി അവൻ. അതാണ് എൻ്റെ വോട്ട് കൂടുതൽ കിട്ടിയെങ്കിലും അവൻ തോറ്റാളായിപ്പോയി. അപ്പം അത് പറയേണ്ട രീതിയിൽ അവർ പറഞ്ഞില്ല. അതിനെതിരെയാണ്, എതിരെയല്ല, മാന്യമായിട്ടാണ് പറഞ്ഞത്. അമ്മയെന്നുള്ള സംഘടന എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പോകുന്നൊരു സംഭവമാണ്. അതിനെതിരെ ആര് പറഞ്ഞാലും ആർക്കും ഇഷ്ടമില്ല. ഭയങ്കര രസമായിട്ടുള്ള രീതിയിൽ പോകുന്നതാണ്. ഇന്നസെൻ്റ് ഏട്ടനുണ്ടായിരുന്നു, ഇപ്പോഴും ലാലേട്ടനായിരുന്നു ആകുമ്പോഴും ഒക്കെ രസമുണ്ട്. ഞങ്ങൾ കൂടിച്ചേരലും അവിടെ കണക്കൊന്നും ബോധിപ്പിച്ചാൽ ആരും ശ്രദ്ധിക്കാറ് പോലുമില്ല. കണക്കൊക്കെ പറയണത് ഭയങ്കര ബോറടിയാണ്. ബാക്കി തമാശയും കാര്യങ്ങളും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അമ്മ. അതിനെപ്പറ്റി ജനങ്ങളൊന്നും പറയില്ല. പിന്നെ കുറേ ആൾക്കാരിങ്ങനെ പറയും, പിന്നെ അമ്മ അങ്ങനെ ചെയ്തപ്പോൾ എങ്ങനെയായി, അപ്പോൾ ഈ വീട്ടിൽ കഞ്ഞി വെക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. ഇത് അമ്മയുടെ തിരഞ്ഞെടുപ്പും അമ്മയുടെ മീറ്റിങ്ങും അതിൽ രാഷ്ട്രീയവും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവിധ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഉള്ള ആൾക്കാരാണ് എല്ലാവരും ഒക്കെ. അതൊന്നും നോക്കാറൊന്നുമില്ല. അത് അവനവൻ്റെ ഒരു നിലപാട് അവന് അങ്ങനെ പറ്റിയപ്പോൾ അവൻ വളരെ വ്യക്തമായിട്ട് വളരെ നല്ല രീതിയിൽ പറഞ്ഞു. ലാലേട്ടനും സിദ്ദിഖിക്കുകയും അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ അവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. രാവിലെ ആദ്യത്തെ കോള് വെളുപ്പിൽ എനിക്ക് അവൻ്റെ ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഞാൻ വലുതായിട്ടൊന്നും പറയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് ആരും അവിടെ ആരും തമ്മിൽ ഇങ്ങനെ വഴക്കോ വെക്കാനോ ഒക്കെയുള്ള ആൾക്കാരൊന്നുമില്ല. കുറെ പേര് വരാറില്ല മീറ്റിങ്ങിന്, അത് മാത്രമേ. നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ചേട്ടനപ്പം എന്തോ ഇത് കഴിഞ്ഞും തിരക്കുകൾ ഒരുപാടുണ്ട്. എനിക്ക് ഇനിയൊരു ഇന്റർവ്യൂ ഇത് കഴിഞ്ഞിട്ടും ഒരു ഇന്റർവ്യൂ ഉണ്ട്. രാഹുൽ മാധവ് ഇപ്പൊ തന്നെ എത്തും. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തും, ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. ആളുടെ പേര് അക്കി അല്ലേ, ഷിറ്റ്സു ആണ്. അപ്പം ഇത് ആരുടെ പെറ്റാണ്? ധർമ്മജൻ ചേട്ടൻ മക്കടെയാണോ? അല്ല, ഇത് ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ പിഷാരടി ആദ്യമായിട്ട് സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട്. അതില് കംപ്ലീറ്റ് മൃഗങ്ങളായിരുന്നു. മൃഗങ്ങളും പക്ഷികളും പഞ്ചവർണ്ണ. അപ്പം അതിലിങ്ങനെ കുറേ ഷിറ്റ്സു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫാമിലിയും അവൻ്റെ ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ കൂടി കണ്ടുകഴിഞ്ഞപ്പോൾ അവൻ്റെ ഫാമിലിയിൽ നിന്നും പറഞ്ഞ് ഓരോരുത്തരും മേടിക്കച്ചോ എന്ന് പറഞ്ഞു.
അപ്പോൾ അവൻ്റെ ഫാമിലിയിലെ കൊച്ചു എൻ്റെ ബോളും പറിച്ചു മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ 2 ഇതാണ്. എണ്ണം വരുത്തിച്ചു. അവൻ്റെത് എന്തോ ബ്രെയിൻ ട്യൂമർ മരിച്ചു. ഇയാൾക്ക് 7 വയസ്സായി. എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേ നടത്തും. പുള്ളിക്കാരത്തിനെ കൊണ്ട് തന്നെ കേക്കം കൈ പിടിപ്പിച്ച് മുറിപ്പിച്ച് എല്ലാ പ്രാവശ്യം നടത്തും. ഇപ്പം ഇത്തിരി വയ്യായികയുണ്ട്. ഞാനല്ല അതിൻ്റെ മെയിനാള്, വൈഫാണ്. ആദ്യം ഇതിനെ കൊണ്ടുവന്നപ്പോൾ ഇത് ഇങ്ങനെ നടക്കുമല്ലോ പുറകെ നടക്കുമ്പോൾ ഇവള് ഭയങ്കര ഇതായിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് ഒരേനെ വളർത്തുന്നത്. ഞാൻ ഈ വീട്ടിൽ തത്തനെയൊക്കെ വളർത്താൻ നേരത്ത് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. വീട്ടിൽ തത്തനെയൊക്കെ വളർത്താൻ നേരത്ത് ഞാൻ തത്തനെ കൂട് തുറന്ന് തത്തനെ പറിച്ചിടും. അങ്ങനെ ഇതിനെ കൊണ്ടുവന്നിട്ട് ഇത് ഇവളുടെ പുറകെ നടക്കും. ഇവള് പേടിച്ചിട്ട് സ്റ്റെയർ കയറി പോവും. പിന്നെ എൻ്റെ വലിയ ഷൂസൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടുണ്ട് നടക്കും. പിന്നെ ഭയങ്കരമായി അവര് ഇവള് എവിടെങ്കിലും പോയത് അവിടെ കിടക്കും. വരുന്നവരെ ഭക്ഷണം പോലും കഴിക്കില്ല. അത്രയും വല്ല ഞങ്ങളുടെ നടുക്ക കിടക്കണത്, കട്ടില് ഞങ്ങളുടെ നടുക്ക കിടക്കണത്. ഇപ്പോൾ കണ്ണിന് ചെറിയൊരു അസുഖം പറഞ്ഞിട്ട് സർജറി പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് നിൽക്കണേ. ഞാൻ അതിൽ ഇറങ്ങി വീണാലും എടുത്തില്ലേലും ഇതെന്തെങ്കിലും പറ്റി അവളുടെ അടുത്തുണ്ടാവും. ഇത് ഈ കുറെ പേർക്കുണ്ട്. ലാലേട്ടൻ്റെ വീട്ടിലുണ്ട്, രാജുവിൻ്റെ വീട്ടിലുണ്ട്, നമിത പ്രഭുവിൻ്റെ വീട്ടിലുണ്ട്, രാജേഷിൻ്റെ വീട്ടിലുണ്ട്. എല്ലാവർക്കും അത് ഭയങ്കര രസമുള്ളൊരു ഇതാണ്. ഞാൻ ആദ്യമായിട്ട് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അധികം ദൂരമൊന്നും പോകുന്നില്ല. വിളിച്ചപ്പോൾ വരും. പിന്നെ വീടിൻ്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് വലിയ അഴക്കില്ല. ഇപ്പം ഇതിൻ്റെ ഒരു പ്രഭാത കർമ്മങ്ങള് നമ്മളെപ്പോൾ രാവിലെ ഡോർ തുറക്കുന്നോ അപ്പം പുറത്തോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കൂടെ തന്നെ നടക്കും. രാത്രി നമ്മുടെ കൂടെ നടക്കി ചാടിക്കയറി നമ്മുടെ കൂടെ കിടക്കും. മക്കളും എല്ലാം ഞങ്ങളെല്ലാവരും ഇതാണ് ഏറ്റവും കൂടുതൽ ലൈഫായിട്ടാണ് അറ്റാച്ച്മെന്റ്. ഓക്കെ, നമ്മളപ്പോൾ ഇത്രയും കുറേ വിശേഷങ്ങൾ അറിഞ്ഞു. പിന്നെ ചേട്ടന് കുറേ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്. സിനിമ വരാൻ പോകുന്നു, പൊറാട്ട് നാടകം അല്ലേ? അങ്ങനല്ലേ സിനിമയുടെ പേര്? പൊറാട്ട് നാടകം 9 സിനിമകള് പോലീസ് ഡേ എന്ന് പറയുന്ന സിനിമയുണ്ട്. ടി കെ രാജീവ്കുമാർ സാറിൻ്റെ സംവിധാനത്തിൽ ഷൈൻ നിഗവും വിനയ് ഫോട്ടോക്കെട്ട് അഭിനയിച്ച ധർമ്മട എന്ന് പറയുന്ന ഫിലിം വരാറുണ്ട്. വിഷ്ണു വിപിനുമായിട്ട് അഭിനയിച്ച ശിദ്ധതമ്മാടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഞാൻ എന്ത് ഞാനും കൂടി അഭിനയിച്ച പടത്തിന് പേരിട്ടിട്ടില്ല. 40 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്. സിനിമ വരാനുണ്ട്. 6-7 പടങ്ങൾ ഇറങ്ങാനുണ്ട്. അതിനിടെ പൊറാട്ട് നാടകം ആദ്യം റിലീസ് ചെയ്തത്. കുറേ പേർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഥ പറയാൻ വരുന്നവരോട് ഞാൻ പ്രൊഡക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ കഥ കേട്ട് തല പൊട്ടിത്തെറിക്കാറായി. അത് അപ്പോൾ അവർ കേക്ക് കേട്ടിട്ട് അവർ കേട്ടിട്ട് നമ്മൾ ഏതെങ്കിലും നടൻ്റെ ഡേറ്റ് വിളിച്ചിടും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ പേരെ വിളിക്കുമ്പോൾ ഒരു നടനെ വിളിച്ചപ്പോൾ പറഞ്ഞു 5 വർഷത്തേക്ക് ഡേറ്റില്ല ചേട്ടാ, മറ്റു 4 വർഷത്തേക്കില്ല. നീ ആദ്യം കേക്ക് നല്ലതാണെങ്കിൽ എന്നോട് പറയും. ഇങ്ങനെയൊക്കെ വലിയ വലിയ നടന്മാരുടെ ഡേറ്റ് ചോദിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ പേരെടുത്ത് പറയാഞ്ഞിട്ടാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയും. നമ്മളെങ്ങനെയാണ് അങ്ങനെ പറയണം. നമുക്ക് ആവശ്യമുള്ള പടങ്ങളിൽ അഭിനയിക്കുക എന്തൊക്കെ. പിന്നെയും ഇങ്ങനെ വരുമ്പോൾ വളരെ അടുത്ത വൃന്ദങ്ങളിൽ നിന്ന് വരുമ്പോൾ ഞാനത് കേട്ടിട്ട് ഒന്ന് സഹായിക്കും. ഞാൻ ആദ്യത്തെ പടത്തിൽ അഭിനയിക്കുമ്പോൾ 3 പേർക്ക് ചാൻസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പടത്തിൽ അഭിനയിക്കണ ഞാൻ 3 പേർക്ക് ചാൻസ് മേടിച്ചു കൊടുത്തിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. അത് ഞാൻ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ ഇവരൊക്കെ വിളിക്കുമ്പോൾ പിന്നീട് ഇവർ ഫോൺ എടുക്കാണ്ടായി പോകും. നമ്മുടെ വേറൊരു അത്യാവശ്യത്തിന് വിളിച്ചാലേ ഇപ്പം ഞാൻ കുറേ പേർക്ക് കടം കൊടുത്തിട്ട് എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും ഞാൻ അവനൊന്ന് വിളിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല, കാശ് തിരിച്ച് ചോദിക്കാനാന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അയാൾ പറയും നിങ്ങൾ തന്നെ പോയി ഞാൻ നമ്പർ തരാം, നിങ്ങളൊന്ന് വിളിച്ചിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. അത് ഒരു കുറേ പേര് സിനിമ മോഹമായിട്ട് നടക്കണല്ലേ, അവരുടെ വലിയ ആഗ്രഹമാണ്. അപ്പം നമ്മളതിനെ കണ്ടില്ല എന്ന് നടിക്കാനും പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് ഡേറ്റ് ഇല്ല, 5 വർഷം ഡേറ്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ 5 വർഷം വരെ കാത്തിരിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ.
ചെയ്യാവുന്നത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രാന്തന്മാർ വിളിക്കും, അവിടെ നമ്മൾ പെട്ടുപോകും. അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമാണ്. ഒരുത്തൻ ഒരു സിനിമ കഥ പറഞ്ഞത്, ചേട്ടാ ഒരു റോട്ടിൽ കൂടി മമ്മൂട്ടി വലിയൊരു പോഷ് കാറിൽ പോകുന്നു, ഒരു അവിടെ തന്നെ ഓപ്പോസിറ്റ് മോഹൻലാൽ ഒരു പോഷ് കാറിൽ വരുന്നു, രണ്ടും തമ്മിൽ കൂട്ടിടിക്കുന്നു. കഥയുണ്ട് എൻ്റെ. ഞാൻ പറഞ്ഞു അവർക്ക് രണ്ട് റോട്ടിൽ പോകാൻ വഴിയുണ്ടല്ലോ. അതല്ല, അങ്ങനത്തെ റോഡാണത്. അങ്ങനെ ഒരിക്കൽ പെട്ടെന്ന് സംഭവിക്കുന്നു, ഇടിക്കുന്നു. അപ്പോൾ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങുന്നത് ലാലേട്ടനാണ്. അപ്പോൾ കുറേ ആൾക്കാർ കൂടിയിട്ട് ലാലേട്ടൻ്റെ കൂടെ കൂടി നിന്നിട്ട് അവരുടെ മറ്റേ കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്ന ആ കാറിൽ പോയി തട്ടാൻ നേരത്ത് അവിടെ നിന്ന് മമ്മൂക്ക ഇറങ്ങി വരുന്നു. അപ്പോൾ കുറേ പേര് അപ്പുറത്തോട്ട് മാറിയിട്ട് അങ്ങാടും ഒരു വഴക്കാവുന്നു. നമുക്ക് സൈഡിലുള്ള റോട്ടിൽ കൂടി ഒരു ഭയങ്കര പോഷ് വണ്ടി വന്നിട്ട് അതിൽ നിന്ന് ഒരാളിറങ്ങുന്നു, രജനീകാന്ത്. എന്നിട്ട് ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നു. ഞാൻ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. എന്ത് പറയാനായിട്ടാണ് അവിടെ കഥ പറയുമ്പോൾ നെക്സ്റ്റ് 2022 മറ്റേ 2020 കഥയൊക്കെ വളരെ നന്നായിട്ട് ഉദയചേട്ടനും ശിവചേട്ടനെ കുറിച്ച് ചെയ്ത ഉഗ്ര സിനിമ. അതല്ല ഇപ്പം പറയുന്നത് മര്യാദ വേണ്ടേ? വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മുടെ സമയം കൂടി കളയുകയാണേ. ഇല്ലാത്ത സമയം അവൻ ഭയങ്കര ബഹുമാനത്തോട് വിളിച്ചിട്ടൊക്കെ ചേട്ടൻ ഒന്ന് കാണണം, ചേട്ടൻ എത്ര മണിക്കുണ്ടാവും എന്നൊക്കെ ചോദിച്ചു വന്നിട്ടാണ് ഈ കഥ. ആണെങ്കിൽ മിനിറ്റ് പോടാന്ന് പറഞ്ഞു. അല്ലാണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചായ കൊടുത്തിട്ട് വിട്ടോ. എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടത്, ഒരു മര്യാദയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാല് ഭയങ്കര കുഴപ്പമാണ്. അങ്ങനത്തെ കുറെ ഭ്രാന്തന്മാരെ വിളിക്കും ഇതിൻ്റെ ഇടയിൽ കൂടി. കുറെ കഴിഞ്ഞ ദിവസം സംബന്ധിച്ചിട്ടുണ്ടായി ഒരുത്തൻ. അയ്യോ എൻ്റെ ഒക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചീത്ത പറഞ്ഞ് ഓടിക്കേണ്ടി വരും. അങ്ങനെയുണ്ട്. കൊറേ വിശേഷങ്ങൾ ഇപ്പൊ കേട്ടു. ഞാൻ കുറച്ചു നേരം കൂടി ഇതിന് വെയിറ്റ് ചെയ്യാം, കാരണം ഒരെണ്ണം ഞാൻ എടുത്ത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇത് കഴിക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.